കർത്താവിന് മാത്രമേ നമ്മളെ യഥാർത്ഥമായിട്ട് സൗഖ്യമാക്കാൻ കഴിയത്തുള്ളൂ. ഇവിടുത്തെ ചികിത്സകൾക്കെല്ലാം ഒത്തിരി പരിധിയുണ്ട്, ഒത്തിരി പരിമിതിയുണ്ട്. എല്ലാം കഴിയുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് ചെയ്യാൻ സാധ്യമായതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറയും. ഞങ്ങൾ നേരെ തിരിച്ച് ആദ്യം പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്ക്, സ്തോത്രം, ഒരു നിവൃത്തിയില്ലാതെ വന്നാൽ അടുത്ത കാര്യം ചെയ്യാനാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് രാവിലെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്കൊന്ന് അടുത്ത് വരാം. ഈ കുഷ്ഠം ഉണ്ടായ പലര് വേദപുസ്തകത്തിലുണ്ട്. പലരുടെയും കുഷ്ഠങ്ങൾക്ക് ഓരോ കാരണങ്ങളുണ്ട്. നമ്മളതൊന്ന് ചിന്തിച്ചിട്ട് ഈ വിഷയത്തിലേക്ക് മടങ്ങി വരുന്നത് വളരെ നല്ലതായിരിക്കും. ആദ്യമായിട്ട് കുഷ്ഠമുണ്ടായത് ഒരു സഹോദരിക്കാണ് എഴുതിയിരിക്കുന്നത്, അത് മിരിയാമിനാണ്. രണ്ടാമത് കുഷ്ഠമുണ്ടായത് എഴുതിയിരിക്കുന്നത് ഒരു രാജാവിനാണ്, അത് ഉസിയാവെന്ന് പറഞ്ഞ ഒരു രാജാവിനാണ്. മൂന്നാമത് കുഷ്ഠമുണ്ടായത് നിലവിൽ കുഷ്ഠരോഗിയെങ്കിലും അവന് യുദ്ധത്തിൽ വലിയ മാന്യനായിരുന്നുകൊണ്ട് സമൂഹത്തിൽ അംഗീകാരം ഉണ്ടെങ്കിലും അകത്ത് കുഷ്ഠമായിരുന്നു. അവൻ്റെ കുഷ്ഠം കിട്ടിയ ഒരു ഗേഗസിയാണ്. അങ്ങനെ കുഷ്ഠം മേടിച്ച കുറേ പേരുണ്ട്. അവർക്ക് സൗഖ്യമായത് എങ്ങനെയാണ് എന്നൊക്കെ നമുക്കൊന്ന് ധ്യാനിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾ ഈ വാക്യത്തിൽ നേരത്തെ ചിന്തിച്ച ഭാഗത്തൊന്നും ആയിരിക്കത്തില്ല. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പോകുന്നത് കുഷ്ഠമുണ്ടാകാൻ ഓരോന്നിനും ഓരോ കാരണമുണ്ട്. അപ്പോൾ ഇന്ന് പകൽക്കാലം ആ കാരണങ്ങൾ വല്ലതും നമ്മളുടെ അകത്തുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറ്റി നമ്മളങ്ങ് ശുദ്ധീകരണം പ്രാപിക്കുക. അതേ ഉള്ളൂ ദൈവാത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സന്തോഷമുണ്ട്, നല്ലൊരു അല്ലേലൂയ പറഞ്ഞാട്ട്. അല്ലേലൂയ. ചിലർ ഇതൊക്കെ ചോദിച്ച് മേടിക്കുന്നവരാണ്, ചിലർ പുറകെ പോയി ചില സോക്കേടൊക്കെ ചോദിച്ച് മേടിക്കുന്ന, അങ്ങനെ നമ്മളിൽ ആരുമില്ലെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ചിലർ അസുഖമൊക്കെ എരുന്ന് മേടിക്കുന്നവരുണ്ട്. അങ്ങനെയൊന്നും നമ്മുടെ കൂട്ടത്തിലാകരുത്. അതുകൊണ്ട് ഇന്ന് പകൽ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ചെറിയ ചെറിയ നുഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതെല്ലാം ഇന്ന് രാവിലെ നമ്മളങ്ങ് പൂർണ്ണമായി അകറ്റി ഒരു വലിയ വിശുദ്ധ ജീവിതത്തിനായിട്ട് നമ്മളെ ഏൽപ്പിക്കണം. നന്ദിയോടെ സ്തോത്രം. ഈ നഹൂം പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നഹൂം പ്രവചിച്ച് പറയുന്നൊരു വാക്യമുണ്ട്. ഒന്ന് വായിച്ചേരും നഹൂം പ്രവാചകൻ്റെ പുസ്തകം. ഇപ്പോഴോ ഞാൻ അവൻ്റെ നുകം നിൻ്റെ മേൽ നിന്ന് ഒടിച്ച്, ഒന്ന് വായിച്ചേരാ. ഇപ്പോഴും ഞാൻ അവന്റെ മുഖം നിന്റെ മേൽ നിന്ന് ഒടിച്ചു കളയും, നിന്റെ ബന്ധനങ്ങൾ അറുത്തു കളയുകയും ചെയ്യും. അപ്പൊ ചില നുഖങ്ങളും ചില ബന്ധനങ്ങളൊക്കെ ഉണ്ട്. രോഗവും ചിലതൊക്കെ ഒരു ബന്ധനമാണ്. അതുകൊണ്ട് ഇവിടെ പ്രവാചകൻ പറയാണ്, ഇപ്പോഴോ ഞാൻ നിന്റെ നുഖം നിന്റെ മേൽ നിന്ന് ഒടിച്ചു കളയും, നിന്റെ ബന്ധനങ്ങൾ അറുത്ത് കളയും എന്ന് പറഞ്ഞു. കൈ ഉയർത്തി നല്ലൊരു അല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മൾ ഈ വേദഭാഗമൊക്കെ കാണുമ്പോൾ ചിലതൊക്കെ നമ്മൾ ആദ്യം കാണുന്ന ഭാഗങ്ങളൊക്കെ പിന്നെ താഴോട്ട് വായിക്കാനായിട്ട് ശ്രമിക്കും. ഇപ്പോൾ അതൊന്നും ശ്രമിക്കരുത്. നമുക്ക് ഷോർട്ടായ ടൈമിനകത്ത് ഒരു പ്രധാനപ്പെട്ട സന്ദേശം കൈമാറാനുള്ളത് കൊണ്ട് ഈ കേട്ടതെല്ലാം അങ്ങനെ തന്നെയോ എന്ന് വീട്ടിൽ ചെന്നിട്ട് തിരുവെഴുത്തുകളെ പരിശോധിക്കണം. അതാണ് ഏറ്റവും നല്ല അനുഗ്രഹം. ഒന്നുകൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ചില മുഖങ്ങളൊക്കെ ചോദിച്ച് മേടി വെച്ച് വെക്കുന്ന കേട്ടോ. ഞാൻ ഒരു വീട്ടിൽ ഇപ്പോഴല്ല, ഒരു 2001 2002 കാലഘട്ടം, ഒരു 20 വർഷത്തോളം പുറകിൽ എന്നെ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു. അപ്പോൾ പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പോൾ എൻ്റെ ഉള്ളത്തിൽ തന്നെ പോകാനൊരു മടി വന്നതുകൊണ്ട് ഞാൻ എൻ്റെ കൂടെ ശുശ്രൂഷിക്കുന്ന 2 ദൈവദാസന്മാരെ കൂടെ കൂട്ടിക്കൊണ്ടാണ് പോയത്. ഞാൻ അങ്ങനെ 3 പേര് ആ വീട്ടിൽ പോയിരുന്നുകൊണ്ട് പ്രാർത്ഥനയ്ക്കായിട്ട് സമയം കണ്ടെത്തി ദീർഘമായ ചില മണിക്കൂറുകൾ ഞങ്ങൾ ആ വീട്ടിൽ പ്രാർത്ഥിച്ചപ്പോൾ ഒരു കാര്യം വെളിപ്പെട്ട് വന്നു. ആ വെളിപ്പെട്ട് വന്ന കാര്യം നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ലാത്തതായതുകൊണ്ട് ഞാൻ ചോദിച്ചു, ഇനി കണ്ട ദർശനം ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് തന്നെ ഒരു സംശയം തോന്നുന്നത് പോലെയുള്ളൊരു കാര്യമാണ് കണ്ടത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇങ്ങനെ ഒരു കൊല്ലൻ്റെ ആലയും ഒരു കൊല്ലനെയും ഒക്കെ കാണുന്നല്ലോ, കരഞ്ഞുകൊണ്ട് പാത്രങ്ങളൊക്കെ തലയെ വെച്ച് ഈ ആലയ്ക്കകത്തെ സാധനമൊക്കെ തോളത്ത് വെച്ചുകൊണ്ട് 2-3 പിള്ളേരെയും പിടിച്ചുകൊണ്ട് പോകുന്നത് പോലെ ഒരു കാഴ്ച കാണുന്നു. നമ്മുടെ വീടുമായിട്ട് എന്തെങ്കിലും ഇവർ തന്നെ ഒന്നാന്തരം തറവാടിത്തുള്ള നല്ലൊരു ക്രൈസ്തവ കുടുംബമാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ കൊല്ലൻ്റെ ആലയൊന്നും കണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ കണ്ടത് തെറ്റാണോ എന്നറിയാനായിട്ട് ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയൊന്നും ഞങ്ങൾക്കൊന്നും ഒരു ഓർമ്മ വരുന്നില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെയും പ്രാർത്ഥനയ്ക്കിരുന്ന് ഇങ്ങനെ ദൈവാത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഇത് തന്നെ കാണുക. ഞാൻ പറഞ്ഞു, രണ്ടാമതും അത് തന്നെയാണ് കാണുന്നതെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ അമ്മച്ചി ഇറങ്ങി വന്ന് പറഞ്ഞു, ഞങ്ങളുടെ ഈ പറമ്പിൻ്റെ മൂലയ്ക്ക് 2 സെൻറ്റിനകത്ത് ഒരു കൊല്ലൻ്റെ ആലയുണ്ടായിരുന്നു. അവനെ ഇറങ്ങിപ്പോകത്തില്ലായിരുന്നു. ഒരു രാത്രി ഞങ്ങൾ അവൻ്റെ ആലയ്ക്ക് തീ വെച്ചു, അവനെ ഇറക്കി വിട്ടു. അങ്ങനെ പോയ കാര്യം അമ്മച്ചിക്ക് ഓർമ്മ വന്നു. സ്തോത്രം. ഇവൻ പോയപ്പോൾ ഈ എവിടെ പോകാനാണ്, ഭയങ്കര പെരുമഴയുള്ള സമയത്ത് ഓലഷെട്ടുകൾ ഉണ്ടാക്കി ഒരു ആലയ്ക്കകത്ത് അവനും ഭാര്യയും 2 പിള്ളേരും അവൻ്റെ എല്ലാ ജീവിതവും അതിനകത്ത് നടക്കുന്നത്. അതിനകത്ത് ഇറക്കി വിട്ട രാത്രിയിൽ തൊട്ടപ്പുറത്തോട്ട് പോയ കനകപ്പലം വനമൊക്കെയാണ്. അങ്ങനെയുള്ള ഇന്നത്തെ കാലം പോലെ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. അവരങ്ങനെ പോയി, എവിടെ പോയെന്ന് അറിയത്തില്ല.
പിന്നെ ജീവിച്ചോ മരിച്ചോ ഒന്നും അറിയത്തില്ല. പക്ഷേ ഈ വീട്ടിൽ വിട്ടുമാറാത്ത ചില പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ വിളിച്ചേക്കാണ്. അവിടെ ചെന്നപ്പോൾ വർഷങ്ങൾക്ക് മുമ്പുള്ള കൊല്ലനും ആലയും പട്ടിയും ഈ ഓലപ്പരയും പിള്ളേരെ പിടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ വെളിപ്പെട്ട് വന്നെങ്കിൽ ചില നുഖമൊക്കെ നമ്മളിങ്ങനെ ചോദിച്ച് മേടിച്ച് വെക്കുന്ന ചിലതൊക്കെ ഉണ്ട്. അതിന് പുറമേ ഉള്ള ചികിത്സയൊന്നും പറ്റത്തില്ല. ആഴത്തിൽ തന്നെ അതിൻ്റെ ക്രമീകരണങ്ങൾ ഉണ്ടാകണം. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ മക്കളെ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ച് ഞാനിങ്ങനെ ഒത്തിരി പഴയ കഥയൊന്നും പറയാറില്ല, ഞാനങ്ങ് മെസ്സേജ് പറഞ്ഞ് പോകുകയാണ്. പക്ഷേ ഇന്ന് പകൽ നിങ്ങളോട് പറയുന്നു, ഉപവാസത്തിന് കുറവില്ല, പ്രാർത്ഥനയ്ക്ക് കുറവില്ല. പക്ഷേ ചില പ്രതിസന്ധികൾ മാറുന്നില്ല. മാറാതെ നിൽക്കുന്നെങ്കിൽ അതിൻ്റെ പുറകിൽ തക്കതായ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ നീ ഇന്ന് രാവിലെ ഈ ഉപവാസത്തിൻ്റെ 11ാമത്തെ പകൽ ദൈവത്തോട് ഹൃദയപ്രകാരം ഏറ്റുപറഞ്ഞ് ആ കുറവുകളൊക്കെ ദൈവം ക്ഷമിക്കത്തക്ക നിലയിൽ നീ ഒന്ന് സമർപ്പിച്ചാൽ ദൈവം ആ നുകം ഒടിക്കും. ഞങ്ങൾക്കാർക്കും അത് ഒടിക്കാൻ കഴിയത്തില്ല. നീ പിടിച്ചു വെച്ച നുകമാണെങ്കിൽ തമ്പുരാൻ ആ നുകം ഒടിക്കണം. സന്തോഷമുണ്ടെങ്കിൽ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേര്. എൻ്റെ പെയ്ത്തുവമ്മിൽ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു മാന്യനായ അപ്പച്ചൻ, ഞാനിതൊന്നും പേര് പറഞ്ഞില്ല, ഞങ്ങളുടെ സഭക്കാരെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഒത്തിരി പേരും ഇപ്പോൾ ലൈവിലുണ്ട്. ഒരപ്പച്ചൻ കുറേ വർഷം മുമ്പേ പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ അടുക്ക് വന്ന് അദ്ദേഹം ഒരു വടിയൊക്കെ കുത്തിയാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കാല് മുഴുവൻ ഇങ്ങനെ തുണി വെച്ച് പൊതിഞ്ഞ് കെട്ടിയിരിക്കുക. ഈ തുണി പൊതിഞ്ഞ് കെട്ടി വന്നേക്കുന്ന ആളെ വന്ന വാതിക്കിരുന്ന് ഞാൻ ഇറങ്ങിച്ചെല്ലുന്ന സമയം വരെ അദ്ദേഹം പെയ്ത്തുവമ്മിൻ്റെ വാതിക്കിരുന്നു. ഞാൻ ഇറങ്ങിച്ചെന്ന് വന്ന അപ്പച്ച കയറി വന്നിട്ട് ഇരുന്നാട്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പച്ചന് പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കാൻ വന്നതാണ്. ഞാൻ ചോദിച്ചു എന്താണ് അപ്പച്ചൻ? പറഞ്ഞ് കാലിൻ്റെ 5 വിരലും മുറിച്ചു, പൊത്തയുടെ പകുതി മുറിച്ചു, ഇപ്പോൾ പഴുപ്പ് അങ്ങോട്ട് മാറില്ല, പഴുപ്പ് അകത്തോട്ട് കയറുകയാണ്, മുട്ടിൻ്റെ ഭാഗത്ത് വെച്ച് മുറിക്കണമെന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഡയബറ്റിക്കിൻ്റെ ആണെന്ന് പറഞ്ഞു ഡയബറ്റിക്കൊക്കെ ഉണ്ട് പാസ്റ്റേ, എവിടെയോ ഒന്ന് തട്ടിയപ്പോൾ ഉണ്ടായ ഒരു മുള്ള ഏതാണ്ട് കൊണ്ടതാ, ചെറുതായിട്ട് കാരണം അത്രയൊക്കെ ഉള്ളൂ, പക്ഷേ ഇപ്പോൾ ഇത്രയൊക്കെ ആയിട്ടുണ്ട്, അതുകൊണ്ട് പാസ്റ്റർ പ്രാർത്ഥന. പക്ഷേ ഇപ്പം എൻ്റെ കാലിനല്ല പാസ്റ്റർ വേദന, എൻ്റെ വേദന മുഴുവൻ എൻ്റെ ഹൃദയത്തിനാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെന്താ അപ്പച്ച? ഇപ്പോൾ ഹൃദയത്തിന് അത്രമാത്രം വേദന, ഇഷ്ടം പോലെ ഇട്ട് മൂടാൻ സ്വത്തുണ്ട്, നല്ല 1-ാം തരം 2 നില വീട്, 2 കാറ്, പിള്ളേരെല്ലാം നല്ല നിലയിലൊക്കെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്നെ അപ്പച്ചൻ ഇത്ര വലിയ സങ്കടം ചോദിച്ചോ പറഞ്ഞു എൻ്റെ പറമ്പിൽ പണ്ട് താമസിച്ച ഒരു സാധുവായ മനുഷ്യനുണ്ട്, വിശ്വസ്തനായിരുന്നു. അവന് എവിടെ നിന്നും എല്ലാം കൂടെ കഷ്ടപ്പെട്ട് കൂലിപ്പണി ചെയ്ത് അവനും ഭാര്യയും പിള്ളേരും എല്ലാം കൂടെ ഒരു ഇച്ചിരി പൈസ എൻ്റെ കൈ കൊണ്ട് തന്നിട്ട് പറഞ്ഞാൽ അച്ഛാൻ ഈ പൈസയ്ക്ക് എനിക്ക് എവിടെയെങ്കിലും ഒരു 10 സെൻറ്റ് സ്ഥലം ഒരു കൊച്ചു പെരയും മേടിച്ച് തരണം, ഞങ്ങൾക്കൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൻ കൊണ്ട് തന്നു. പക്ഷെങ്കിൽ പിന്നീട് വസ്തുക്കളുടെ വിലയും കാര്യങ്ങളൊക്കെ മാറി, എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. അവൻ എവിടെയോ മലബാറിലെങ്ങാണ്ട് പോയി, പിന്നെ ഞാൻ അവനെ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ കാലിനല്ല വേദന, ഈ ചെയ്തത് ഓർത്തിട്ട് എൻ്റെ ഹൃദയത്തിന് യാതൊരു സ്വസ്ഥതയും ഇല്ല, ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഞാൻ കഥകൾ ചോദിച്ചു കേട്ടപ്പോൾ ആ കുടുംബത്തിൻ്റെ ഉള്ളറയിൽ നടക്കുന്ന ആരുടെയൊക്കെയോ കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾക്ക് കുഷ്ഠം പോലെ വിട്ടുമാറാതെ നിൽക്കുകയാണ് കേട്ടോ. ഇന്ന് പകൽക്കാലം നീ ഒരു കാര്യം ഓർത്തോണം, ചില നുഖങ്ങളെല്ലാം ഇന്ന് രാവിലെ ഒടിയണം. ഏറ്റെടുക്കുന്നവർ നല്ലപോലെ കരമടിച്ച് ഇന്ന് രാവിലെ ദൈവത്തെ നീയായി പിടിച്ചു വെച്ച ഏതെങ്കിലുമൊക്കെ നുഖങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഇന്ന് രാവിലെ ഒടിയണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് മിരിയാമിന് കുഷ്ഠമുണ്ടായത്. കുഷ്ഠമുണ്ടാകാൻ ഒരു കാരണം ചെറിയ കാര്യമാണ്. ഇതൊക്കെ നമ്മളോട് 1000 പ്രാവശ്യം പ്രസംഗിച്ച് കേട്ടുള്ള വിഷയമാണ്. നമുക്ക് ഈ വാക്യത്തെ തിരിച്ചു വരികയും ചെയ്യണം, സമയത്ത് യോഗം നിർത്തുകയും ചെയ്യണം. മിരിയാമിന് ഇത്രയുള്ള പ്രശ്നം, പുള്ളിക്കാരത്തിയുടെ ആങ്ങള ഈ മോശ ഒരു കല്യാണം കഴിച്ചു ഒരു കൂശ്യ സ്ത്രീയാണ്, നമുക്കെല്ലാം അറിയാം കൂശ്യ സ്ത്രീയെ കല്യാണം കഴിച്ചു. കൂശ്യന് ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, കൂശ്യൻ്റെ ത്വക്ക് വെളുപ്പിക്കാനൊക്കത്തില്ല. അങ്ങനെ കൂശ്യൻ്റെ ത്വക്ക് വെളുപ്പിക്കാനൊക്കത്തില്ല. പുള്ളിയൊട്ട് അതിനേത് ബ്യൂട്ടി പാർലറിൽ പോയി ഏതെല്ലാം പയറുപൊടി മോന്തയ്ക്ക് പുരട്ടിയാലും കൂശ്യൻ്റെ തൊക്കെ എന്ത് ചെയ്യത്തില്ല, മിണ്ടുന്നില്ല. ഇനി കൂശ്യൻ രാവിലെ തൊട്ട് വയ്യോളം പോയി പുരുകവും പഠിച്ച് ലിപ്റ്റിക്കും ഇട്ട് ക്യൂടെക്സും പുരട്ടി പയറുപൊടിയും തേച്ച് ഫെയർ ആൻഡ് ലവ്ലി പുരട്ടിയാലും കൂശ്യൻ്റെ തൊക്കെ എന്ത് ചെയ്യത്തില്ല. നമ്മൾ ചുമ്മാ മെനക്കെടാമെന്നേ ഉള്ളൂ, ആ നിറം മാറത്തില്ല. ഒരു സ്തോത്രം പറഞ്ഞത് അല്ലെങ്കിൽ തമ്പുരാൻ അനുഗ്രഹിച്ചു കൊടുത്തേക്കുന്ന ഒരു നിറമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ പരക്കം പാഞ്ഞ ഓടിയ ഓട്ടത്തിൽ ചെന്ന് മിദ്യാനിൽ വെച്ച് ഒരു കല്യാണം കഴിച്ച ഒരു കൂശ്യാസ്ത്രീ, ഒരാൾ പറഞ്ഞ് 2ാമത്തെ കെട്ട്, അങ്ങനല്ല, മോശ ഒരു കെട്ടേ കെട്ടിയുള്ളൂ. പുള്ളി ന്യായപ്രമാണം എഴുതുക മാത്രമല്ല, ന്യായപ്രമാണം നമുക്ക് തരിക മാത്രമല്ല, ന്യായപ്രമാണം പാലിച്ച മനുഷ്യനാണ്. സ്തോത്രം പറഞ്ഞില്ല. ആ പുള്ളി 2 കെട്ടിയിൽ ഒറ്റ കെട്ടേ കെട്ടിയുള്ള ആ കെട്ടിയ സ്ത്രീയുടെ പേരാണ് കൂശ്യാസ്ത്രീ. പക്ഷേ ഈ കല്യാണത്തിൻ്റെ ആലോചനാ സമയത്തോ 2 പിള്ളേരുണ്ടായപ്പോൾ ഒന്നും ഈ നാത്തൂൻ സുന്ദരിയായ മിരിയാം ഈ അമ്മാമയെ കണ്ടിട്ടില്ല, ഈ നാത്തൂനെ കണ്ടിട്ടില്ല. സ്തോത്രം. എൻ്റെ ഇളയ ആങ്ങള, സുന്ദരനായ ആങ്ങള, ദിവ്യസുന്ദരനായ ആങ്ങളെ കെട്ടിയത് ഇങ്ങനെ കൂശ്യാസ്ത്രീയാണെന്നുള്ളത് ഈ നാത്തൂൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആര് കണ്ടേ? മിരിയാൻ കണ്ടേ. അപ്പോൾ കണ്ടപ്പോൾ തൊട്ട് ഇവിടെ സൗന്ദര്യം അവിടെ സൗന്ദര്യം അങ്ങോട്ട് ഒക്കുന്നില്ല. അതുകൊണ്ട് പുള്ളിക്കാരത്തേക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒക്കുന്നില്ല. അപ്പോൾ യോഗത്തിന് വരും, 21 ഉണ്ടെങ്കിലും പുള്ളി വരും, വന്ന് തപ്പെടുത്ത് കൊട്ടി പാട്ടൊക്കെ പാടിയാലും ഈ മിരിയാമൻ ഈ നാത്തൂൻ്റെ അടുക്കിലിരിക്കത്തില്ല. പുള്ളി ഒന്ന് ഈ പുറകിലിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ടിലിരിക്കും. കാരണം അടുക്കിലിരിക്കുമ്പോൾ നാത്തൂനാന്ന് അറിയാതിരിക്കാൻ അകലം വിട്ടേരിക്കും. അത് കല്യാണത്തിന് പോയാലും അങ്ങനെ, ഇനി യോഗത്തിന് വന്നാലും അങ്ങനെ. കൈപൊക്കൊന്നും വേണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. ശ്രദ്ധിക്കണം, ഇവളുടെ ഉള്ളിൽ ഈ നാത്തൂൻ പോലും ഇങ്ങനെ ഉണ്ട്, പക്ഷേ ശുശ്രൂഷയ്ക്ക് ഒരു കുറവില്ല. പ്രൈസ് ദി ലോർഡ്.
എൻ്റെ അച്ഛ ഇവളെ പോലെ പരിജ്ഞാനമുള്ള സ്ത്രീ ഈ പുസ്തകത്തിലില്ല കേട്ടോ. 10 വയസ്സുള്ളപ്പോൾ എന്തൊരു പരിജ്ഞാനമെന്നറിയാമോ? 10 വയസ്സുള്ളപ്പോൾ ഈ സഹോദരി, ഈ കൊച്ചു പെങ്കൊച്ച്, 10 വയസ്സുള്ള പെങ്കൊച്ച് ഇങ്ങനെ നൈലിന്റെ തീരത്തൊരു മരത്തിന് ചോട്ടി പാത്ത് നിൽക്കുമ്പോൾ ഈ പറവോൻ്റെ പെങ്ങൾ വന്ന് ഈ കൊച്ചിനെ എടുക്കുമ്പോൾ ഈ കൊച്ച് ഓടിച്ചെന്നവർ ചോദിക്കുകയാണ്, ഈ കൊച്ചിനെ പാൽ കൊടുക്കാൻ ഞാനൊരു ഇസ്രായേലിയ ദാസിയെ വിളിച്ചോണ്ട് വരട്ടെ. ന്യായമായിട്ട് എന്താ ചോദിക്കണ്ടേ? എൻ്റെ മമ്മിയെ വിളിച്ചോണ്ട് വരട്ടെന്നല്ലേ? 10 വയസ്സുള്ള കൊച്ചു ന്യായമായിട്ട് ചോദിക്കണ്ടേ? എൻ്റെ മമ്മിയെ വിളിക്കട്ടെന്നല്ലേ ചോദിക്കണ്ടേ? ചോദിച്ചില്ല. ചോദിച്ചാൽ കൊച്ചും പോക്കാ തള്ളയും പോക്കാം. കാരണം രാജകൽപ്പന ലംഘിച്ചേച്ച് നിൽക്കുക. 2 വയസ്സ് താഴെയുള്ള ആമ്പിള്ളാരെല്ലാം കൊല്ലണം, ജനിക്കുമ്പോഴേ കൊല്ലണമെന്ന് കൽപ്പനയുള്ളപ്പോൾ കൽപ്പന ലംഘിച്ച് അമ്മയുടെ മോളായത്. ഈ അമ്മയും കൊച്ചും എല്ലാം കൂടെ കൂടിയാണ് കൽപ്പന ലംഘിച്ചതെന്ന് പറഞ്ഞാൽ പറവോൻ കശാപ്പ് ചെയ്യും. അതുകൊണ്ട് നല്ല വിവരമുള്ള കൊച്ചു പറഞ്ഞു, ഞാൻ പോയി ഒരു മിസ്രൈമി ദാസിയെ വിളിച്ചോണ്ട് വരട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ച് കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടി നല്ല പോലെ ആലയത്തിൽ അങ്ങ് ഓർഗനും ഗിത്താറും ട്രംസെറ്റും മൃദംപാടും ഒന്നുമില്ല, ആകെ ഉള്ളതൊരു തപ്പ. ഈ തപ്പ് കൊട്ടി ആരാധിക്കാൻ കൊച്ചിനറിയാം. പുറത്തുനിന്ന് ആളിനെ എടുക്കണ്ട, ഇവള് തന്നെ ആരാധനയൊക്കെ ലീഡ് ചെയ്തോളും. 2 പാട്ട് പാടുമ്പോൾ നൃത്തം ചെയ്യാൻ അറിയാം. നമ്മുടെ കൂടെ നൃത്തം ചെയ്യിപ്പിക്കേണ്ട, കൊച്ചിന് നൃത്തം ചെയ്യാൻ അറിയാം. ഒരു സ്വതന്ത്രം പറഞ്ഞേരെ, ഹല്ലേലൂയ. പിന്നെ 90 വയസ്സായാലും ഒറ്റ പാട്ടിന് 72 മണിക്കൂർ ആരാധിപ്പിക്കാൻ ഇവക്കറിയാം. ഒരു സ്വതന്ത്രം പറഞ്ഞേരെ. നല്ല ദൂത്, നല്ല കടുക് പൊട്ടുന്ന ദൂത് പറയാൻ പ്രവാചകയാണ് ഇവര്. തീർന്നിട്ടില്ല, 90ാമത്തെ വയസ്സിലും കന്യകത്വം സൂക്ഷിച്ചവളാ. അപ്പം അങ്ങനെ യോഗ്യത ഒത്തിരിയുള്ള ഇവളാണ്. ഇതെല്ലാം ഉണ്ടെങ്കിലും പുള്ളി സഭയ്ക്കകത്ത് നല്ല ആത്മീയ ആണെങ്കിലും വീട്ടിൽ ഭയങ്കര നാത്തും പോരാ. സ്തോത്രം. നമ്മുടെ വിഷയം ഞാനങ്ങ് വേഗം പറഞ്ഞ ആ ഭാഗം വിടാം. അങ്ങനെയായിട്ട് ഈ നാത്തുവിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വന്നപ്പോഴത്തേന് ഇത് അഹരോനെ കൂടെ കൂട്ടുപിടിച്ചു. ഇപ്പോൾ ഇവർ 3 പേരും ശുശ്രൂഷയ്ക്ക് മുമ്പ് നിൽക്കേണ്ടവർ ആരാണ്? മീക 6:9 ഒന്ന് വായിച്ചേ, ശരിയാണോ? 6:4 വായിച്ചു. 6:4 മീക 6:4 വേഗം വായിച്ച്. ഞാൻ നിന്നെ മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച് അടിമ വീട്ടിൽ നിന്ന് നിന്നെ വീണ്ടെടുത്തു. മോശയെയും അഹരോനെയും മിര്യാമിനെയും നിന്റെ മുമ്പിൽ അയച്ചു. പ്രായം നോക്കിയാണെങ്കിൽ എഴുതേണ്ടത് എങ്ങനെയാ? മിര്യാം, അഹരോൻ, മോശ. പ്രായം നോക്കി. പക്ഷേ എഴുതിയേക്കുന്നത് വിളിയും ശുശ്രൂഷ നോക്കിയാ. മോശ, അഹരോൻ, മിര്യാം. വീട്ടിലെ പ്രായമൊക്കെ ശുശ്രൂഷയ്ക്കാ വില. സ്തോത്രം പറഞ്ഞേരെ. അപ്പോൾ ശുശ്രൂഷയുടെ ലെവൽ അനുസരിച്ച് അവിടെ എഴുതിയപ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ മിസ്രൈമിൽ നിന്ന് അടിമ വീട്ടിൽ നിന്ന് യാത്ര ചെയ്യിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ മുമ്പിൽ നടക്കാൻ 3 പേരെ എടുത്തു. 1 മോശ, 2 അഹരോൻ, 3 മിര്യാം. അങ്ങനെയാണ് ഇവർ 3 പേര് ലീഡേഴ്സാണ്. സ്തോത്രം പറഞ്ഞേ. ഈ ഇസ്രായേൽ മക്കളുടെ മുമ്പിലെ 3 ലീഡേഴ്സാണ്. ആരൊക്കെ? മോശ, അഹരോൻ, മിര്യാം. ഇവർ പുറകിൽ നടക്കല്ലേ, ഇവിടെ നടക്കാവുള്ളൂ. പറയെല്ലാവരും മുമ്പിൽ നടക്കണം. മുമ്പിൽ നടക്കേണ്ട ലീഡേഴ്സ് 2 കൂടി ഇപ്പോൾ ഒറ്റക്കെട്ടായി. വീട്ടിലൊരു ഭൂരിപക്ഷവും ന്യൂനപക്ഷവും. മോശ ഒറ്റപ്പെട്ടു, അഹരോനും മിര്യാമും ഒറ്റക്കെട്ടായി വെച്ച് ഇവരിപ്പോൾ പെരയ്ക്കകത്ത് 5 മിനിറ്റ് കിട്ടിയ ചർച്ച ആരെക്കുറിച്ചാണ്? മോശയെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചെങ്കിലും നമ്മുടെ കുടുംബത്തിൽ അവൻ അത്രയും നാണംകേട് വരുത്തി വെച്ചല്ലോ, അവൻ്റെ കൂശ്യാസ്ത്രീയെ കല്യാണം കഴിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് വീട്ടിലിങ്ങനെ ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതങ്ങോട്ട് ഏക്കുന്നിരുന്ന് കണ്ടപ്പോൾ ശുശ്രൂഷ കയറി തൊട്ടു. എന്തോ ചെയ്തു? ശുശ്രൂഷ കയറി തൊട്ടു. ശുശ്രൂഷ തൊടുന്നതിനും വരെ തമ്പുരാൻ ഇടപെടത്തുമില്ല. നിങ്ങൾക്ക് വീട്ടിൽ എന്തോ വേണേലും പറയാം, തമ്പുരാൻ്റെ വിഷയമല്ല. പക്ഷേ വിളിച്ചവൻ്റെ ശുശ്രൂഷ കയറി തൊട്ടാൽ ശുശ്രൂഷ തന്നവൻ ഇടപെടും. നല്ല സ്വത്രം പറയണം. ഹല്ലേലൂയ. നിന്റെ കുടുംബകലകത്തിൻ്റെ പ്രശ്നം കൊണ്ട് സഭയ്ക്കകത്ത് കലക്കിയിട്ട് അത് ശുശ്രൂഷ കയറി തൊട്ടാൽ തമ്പുരാൻ ആ വിഷയത്തിനകത്ത് ഇടപെടും. ഹല്ലേലൂയ. ഇപ്പോഴത്തെ പ്രശ്നം എന്തുവാ? നിനക്ക് മാത്രമേ ശുശ്രൂഷയുള്ളൂ, നിന്നെ മാത്രമേ ശുശ്രൂഷയ്ക്ക് വിളിച്ചുള്ളൂ, ഞങ്ങളെയും വിളിച്ചില്ല, ഞങ്ങളും പ്രവാചകരല്ലേ, ഞങ്ങൾക്കും വെളിപ്പാടില്ലേ, ഞങ്ങളെ മുൻപ് നടക്കാൻ വിളിച്ച ലീഡറല്ലേ എന്നൊക്കെ പറഞ്ഞ് സംഗതി വിഷയമായപ്പോൾ ഇതിനൊന്നും മോശ പ്രതികരിച്ചില്ല. പ്രതികരിക്കരുത്. ഹലോ, ശുശ്രൂഷയുള്ളവൻ ചുമ്മാ മിണ്ടാതിരുന്നാൽ മതി, ബാക്കിയെല്ലാം തമ്പുരാൻ നോക്കിക്കോളും. നല്ല സ്വതന്ത്രം പറഞ്ഞാട്ടെ. അപ്പോൾ ഈ ശുശ്രൂഷയുള്ള മോശ മിണ്ടാതിരുന്നപ്പോൾ തമ്പുരാൻ ഇറങ്ങിയിട്ട് 3 പേരെയും വിളിച്ചു. മോശ, അഹരോൻ, മിര്യാം മുന്നോട്ട് വരാൻ പറഞ്ഞു. 3 പേരും മുന്നോട്ട് വന്ന് പറഞ്ഞു, മോശ അവിടെ നിങ്ങൾ കയറി നിൽക്കാൻ പറഞ്ഞു. മുന്നോട്ട് കയറി നിന്നിട്ട് ഇവരുടെ വീട്ടിലെ 1ാമത്തെ ചർച്ചയുടെ മറുപടി ദൈവം അങ്ങ് പറഞ്ഞു. എന്താ 1ാമത്തെ ചർച്ച? ഞങ്ങൾക്കും പ്രവചനമില്ലേ, ഞങ്ങൾക്കും വെളിപ്പാടില്ലേ, ഞങ്ങൾക്ക് ശുശ്രൂഷയില്ലേ. അതിൻ്റെ മറുപടി ദൈവം ആദ്യം പറയുക. എന്താ പറഞ്ഞത്? നിങ്ങൾ വീട്ടിൽ പോയി സംഖ്യ 12 വായിച്ചാൽ മതി, സമയമില്ലാത്തത് കൊണ്ട്. എന്താണ് പറഞ്ഞതെന്നറിയാമോ? ഞാനൊരു പ്രവാചകനോടോ പ്രവാചകിയോടോ ഇടപെട്ടാൽ ഒന്നീ സ്വപ്നത്തിൽ കൂടെ അല്ലെ ദർശനത്തിൽ കൂടെ അല്ലാതെ ഇടപെടാറില്ല. ഒരു സ്വതന്ത്രം പറഞ്ഞാൽ. എന്നാൽ എൻ്റെ ദാസനായ മോശയോട് അങ്ങനെ അല്ല. അവനോട് ഞാൻ ഇന്ന് വരെ മറപൊരുളായിട്ട് ഇടപെട്ടിട്ടില്ല. ഹല്ലേലൂയ. അവൻ എനിക്ക് ഏറ്റവും സ്നേഹമുള്ളവനാ. ഒരു നല്ല സ്വതന്ത്രം പറയണം. അടുത്ത വാക്കാ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഇരിക്കെ. എങ്ങനെ ഇരിക്കെ?
ഞാനും മോശയും തമ്മിൽ അങ്ങനെ ഒരു ബന്ധത്തിലിരിക്കെ ആ ബന്ധത്തിലുള്ള മോശയ്ക്കെതിരെ സംസാരിക്കാൻ നീ ശങ്കിക്കാഞ്ഞതെന്ത് എന്ന് ചോദിച്ച മാത്രയിൽ ആ ദേഹം മുഴുവൻ ഹിമം പോലെ വെളുത്തുപോയി. ഒരു സ്തോത്രം പറയണം. ദൈവം മറയുകയും ചെയ്തു. ന്യായമായിട്ട് എൻ്റെ ഒരു ബലമായ സംശയമാണ്, നമ്മുടെ ഈ അറിവുകേട് കൊണ്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചേക്കണം. ഈ വീട്ടിലെ പ്രശ്നം നിറമാണല്ലോ. ഈ പെങ്കൊച്ച് കറുത്തു പോയതാണല്ലോ നാത്തൂൻ്റെ പ്രശ്നം. ന്യായമായിട്ട് ഈ കൊച്ചിനെ അങ്ങ് വെളുപ്പിച്ചാൽ പോലും തമ്പുരാൻ എന്താ ചെയ്യാൻ വയ്യാത്ത? ഈ കൂശാസ്ത്രീയെ വെളുപ്പിച്ച പ്രശ്നം മൊത്തം തീരത്തില്ലേ? തീരുവോ? മിണ്ടുന്നില്ല. പക്ഷെ തമ്പുരാൻ്റെ ഒരു സ്വഭാവമുണ്ട്. ഈ വെളുത്തോളെ ഒന്നുകൂടെ അങ്ങ് വെളുപ്പിച്ചു. കറുത്തോളെ കറുത്ത് തന്നെ ഇരിക്കുക, പക്ഷെ വെളുത്തോളെ ഒന്നുകൂടെ അങ്ങ് വെളുപ്പിച്ചു. സ്വതന്ത്രം പറഞ്ഞേ. പിന്നെ തമ്പുരാൻ നിന്നെയും വെളുപ്പിക്കും, നിന്റെ കുടുംബത്തെ വെളുപ്പിക്കും. തമ്പുരാൻ വെളുപ്പിക്കാൻ തുടങ്ങിയതിൻ്റെ ലെവലും എല്ലാം പറയാനൊക്കെ കാര്യമടിച്ച് ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. അയ്യോ, തമ്പുരാൻ വെളുപ്പിക്കാൻ തുടങ്ങിയ കംപ്ലീറ്റ് വെളുപ്പിക്കുമെന്ന്. ഹല്ലേലൂയ. ഇവിടെ ക്ഷണത്തിൽ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ നിന്ന് പ്രായപൂർത്തിയാകും മുമ്പേ ജനിക്കുന്ന ഒരു ചാപിള്ള പോലെ ഇവൾ വെളുത്ത് ഹിമം പോലെയായി കുഷ്ഠരോഗിയായിട്ട് ഇവളെ പിടിച്ച് പാളയത്തിന് പുറത്തു കൊണ്ട് അടച്ചിട്ടു. ഒന്നാമത്തെ കുഷ്ഠം വരാൻ കാരണം ശുശ്രൂഷയ്ക്കെതിരെ വിരൽ ചൂണ്ടി. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പകൽ നിന്റെ കുഷ്ഠത്തിൻ്റെ പുറകിലെ കാരണം എന്നാണെന്ന് നീ കണ്ടുപിടിക്കണം. കാരണം അറിഞ്ഞു വേണം ചികിത്സ തുടങ്ങാനായിട്ട്. അതിൻ്റെ ആ താഴ്വര റൂട്ട് എവിടാന്ന് കണ്ടിട്ട് ആ റൂട്ടിൽ നിന്ന് ചികിത്സ തുടങ്ങിയാൽ കേസ് പരിഹരിക്കപ്പെടും. ഒരു സ്തോത്രം പറഞ്ഞേരെ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ, ഈ മിരിയാമിന് കുഷ്ഠമുണ്ടായപ്പോഴത്തേന് അഹരോന് ഭയങ്കര സങ്കടം. ഇവർ ഒന്നിച്ചാണല്ലോ സംഘടിച്ച് ഈ കാര്യമൊക്കെ ചെയ്തത്. അടി തനിക്കും കിട്ടുമെന്ന് പേടിച്ച് പുള്ളി ഓടിച്ചെന്നും വെച്ച് മോശയെ വിളിച്ച്, യജമാനനേ. മുമ്പേ വിളിച്ച് എന്തുവായിരുന്നു? പറ, നിനക്ക് മാത്രമേ ശുശ്രൂഷയുള്ളൂ, നിന്നെ മാത്രമേ ശുശ്രൂഷയ്ക്ക് വിളിച്ചുള്ളൂ. കാരണം വിളിക്കാമല്ലോ, പുള്ളി മോശ അഹരോൻ്റെ ഇളയതല്ലേ, മിരിയാമിനെ കാട്ടി 10 വയസ്സ് ഇളയതല്ലേ. അപ്പം നീ എന്നായി, അയളെന്നായി, താനെന്നായി, പിന്നെ വായി വന്ന എല്ലാം ആരെ വിളിച്ചു? മോശയെ വിളിച്ചു. പക്ഷേ ഇപ്പം വിളിച്ചത് അതെല്ലാം മാറിട്ട് എന്താ വിളിച്ചത്? പാസ്റ്റെന്നും റബറൻ്റെന്നൊന്നും അല്ല വിളിച്ചത്. എന്താ വിളിച്ചേ? പിന്നെ അയളെന്നും താനെന്നും വിളിച്ച നാവ് കൊണ്ട് തന്നെ യജമാനെന്ന് വിളിപ്പിക്കാൻ അറിയാവുന്ന ഒരു വലിയ ദൈവമുണ്ട്. നല്ലപോലെ സ്തോത്രം പറയണം. നീ ഏത് നാവ് കൊണ്ട് അപമാനിച്ചോ അതേ അധരം കൊണ്ട് തിരിച്ചു വിളിപ്പിക്കാൻ അറിയാവുന്ന ദൈവമുണ്ട്. അതുകൊണ്ട് ഇന്ന് രാവിലെ എല്ലാവരും ചേർന്ന് ദൈവത്തെ ഭയത്തോടെ ഒന്ന് സ്തുതിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഇപ്പം അങ്ങനെ ഓടി എന്ന് പറഞ്ഞ യജമാനെ നമ്മുടെ പെങ്ങളെ മിരിയാം അത് കുഷ്ഠമായി ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഈ മോശയ്ക്ക് ഒരു കുഴപ്പമുണ്ട്, എന്തോ സങ്കടം പറഞ്ഞാലും പുള്ളി ഉടനെ കവണ് വീഴും. അത് പണ്ട് തൊട്ട് പുള്ളിയുടെ ഒരു സ്വഭാവമാണ്. പുള്ളി ചാടി ദൈവത്തിൻ്റെ മുമ്പിൽ കവണ് വീണ് പറഞ്ഞ്, കർത്താവേ, എൻ്റെ പെങ്ങളാ, അവളുള്ളതുകൊണ്ടാണ് ഞാൻ കൊട്ടാരത്തിൽ പോയതും നന്മ പ്രാപിച്ചതും ഒക്കെ, അതുകൊണ്ട് നീ ഒന്നും ദോഷം ചെയ്യലെന്ന് പറഞ്ഞ് മോനെ, ഞാൻ ഉമണ് കളഞ്ഞ കേസാണ്, വായി ഉമണ് കളഞ്ഞ കേസാണ്. നിങ്ങൾ മിണ്ടിയില്ല. എടാ, അപ്പൻ മോളെ തുപ്പിയാൽ 7 ദിവസം അശുദ്ധയായിട്ടിരിക്കണം. അങ്ങനെയെങ്കിൽ ഇത് ഞാൻ തുപ്പിയ കേസാണ് എന്ന് പറഞ്ഞാൽ വെളിപ്പാടിലെ കാര്യം പറഞ്ഞത്. ഞാൻ എൻ്റെ വായിൽ ഉമണ് കളഞ്ഞ കേസാണ്, അതുകൊണ്ടൊരു 10 ദിവസം കിടക്കട്ടെ. സ്വതന്ത്രം ആരും പറഞ്ഞില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം ഒരു മനുഷ്യൻ വന്നേക്കുക, മനസ്സലിയണം, എന്നെ തൊടണം, സൗഖ്യമാക്കണം. പക്ഷേ പുറയിലത്തെ കാരണം ഇന്ന് പകൽക്കാലം നീ അറിയണം. തമ്പുരാൻ്റെ കരമാണെങ്കിൽ ഇന്ന് പകൽക്കാലം നീ നന്നായിട്ട് അനുഭവിച്ചെങ്കിൽ മാത്രമേ ഇതിന് പരിഹാരമുണ്ടാകത്തുള്ളൂ. നിന്റെ അധരം കൊണ്ടോ ഹൃദയം കൊണ്ടോ ദൈവത്തിന് വിരോധമായി നിന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിലേക്ക് നീ മടങ്ങി വരണം. സന്തോഷമുള്ളവർ ചേർന്ന കരമൊന്നടിച്ച് ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചേ. പലതിൻ്റെയും പുറകിൽ ചില കാരണങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഈ വീട്ടിലുണ്ടായ പ്രശ്നം ഒരു ആഫ്രിക്കൻ കേസാണ്. എന്താ? പക്ഷേ ആഫ്രിക്കൻ കേസ് ഇപ്പോൾ സഭയ്ക്കകത്ത് വന്ന് ശുശ്രൂഷയുടെ പ്രശ്നമായിട്ട് മാറി. ഒരു സ്നേഹത്തോടൊരു കാര്യം ഒരു പ്രായമുള്ള ദൈവദാസൻ നമ്മളെ പറഞ്ഞോട്ടെ, നിൻ്റെ വീട്ടിലെ ഒരു കേസും സഭയ്ക്കകത്ത് അലക്കാൻ കൊണ്ടുവരില്ല. ചേർന്ന് നല്ലപോലെ ദൈവത്തെ ആരാധിച്ചു. കുഴപ്പമില്ല. ഹല്ലേലൂയ. ഫലം പറയാൻ പോവാ. ചലിച്ചുകൊണ്ടിരുന്ന മേഘം നിശ്ചലമായി. അവരുടെ മുമ്പിൽ ചലിച്ചുകൊണ്ടിരുന്ന മേഘം നിശ്ചലമായി. ആളിക്കത്തിക്കൊണ്ടിരുന്ന ജ്വാല പോലെ കത്തിയ സ്തംഭം, ആ മേഘസ്തംഭവും അഗ്നിത്തൂണും നിശ്ചലമായി. മനസ്സിലാകുന്നുണ്ടോ? മേഘസ്തംഭം നിശ്ചലമായി, അഗ്നിത്തൂണ് നിശ്ചലമായി. കൂടാരത്തിൻ്റെ കുറ്റി അങ്ങ് ഉറത്തൊരു 7 ദിവസത്തേക്ക്. പ്രൈസ് ദി ലോർഡ്. കൂടാരം ചലിക്കുന്നില്ല,
മേഘം ചലിക്കുന്നില്ല, അഗ്നിജാല പോലെ കത്തിയ അഗ്നിത്തൂണ് ചലിക്കുന്നില്ല, പാളയത്തിനകത്ത് വലിയ സംസാരങ്ങൾ നിശ്ചലമായി. എന്താ കാര്യം? ഒരു കുടുംബത്തിനകത്തുണ്ടായ ഒരു ചെറിയ സൗന്ദര്യപ്പിണക്കം ഒരു ജനതയുടെ വാഗ്ദത്ത കനാനിലേക്കുള്ള യാത്ര മുടങ്ങി. ഇന്ന് പോലെ ഏറ്റെടുക്കുന്നവരെ സ്തുതിക്കാവുള്ളൂ. അത് എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? ഒരു ജനത്തിന്റെ മുഴുവൻ ആത്മീക യാത്ര മുടക്കിയത്. മനസ്സിലാകുന്നുണ്ടോ? ഒരു വീട്ടിലെ അടുക്കളത്തീരന്റെ പ്രശ്നം 600,000 വരുന്ന ഇസ്രായേലിന്റെ കൂടാരക്കുറ്റി ഉറച്ചു. മേഘം നിശ്ചലമായി, അഗ്നിത്തൂണ് സ്തംഭിച്ചു, പാളയത്തിന് പുറത്ത് ഭയങ്കര നിലവിളിയും കരച്ചിലും. കുഷ്ഠത്തിന്റെ വേദനയല്ലേ? മോശ നെടുമ്പാട് വീണ് കിടക്കുന്നു, അഹരോൻ അയ്യം വിളിക്കുന്നു. എല്ലാം കാരണം എന്തുവാ? പറ. ഒരു വീട്ടിലെ സൗന്ദര്യപ്പിണക്കം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. കുഷ്ഠത്തിന്റെ ഒന്നാമത്തെ കാരണം അഭിഷേകത്തിനും അഭിഷക്ത ശുശ്രൂഷയ്ക്കുമെതിരെ നീ അകത്തളത്തിൽ പോരാടിയത് നിനക്ക് മാത്രമല്ല, കനാൻ യാത്രയിലേക്ക് പോയ മുഴുവൻ ജനത്തിന്റെ യാത്രയെ അത് മുടക്കിയെങ്കിൽ ഇന്ന് പകൽ, ഈ 11-ാമത്തെ പകൽ നമുക്കൊന്ന് അനുദപിച്ച് അടുത്തു വരാൻ അവസരമുണ്ട്. ഏറ്റെടുക്കുന്നവര് മാത്രം ദൈവത്തെ നന്നായി സ്തുതിക്കട്ടെ. ദൈവാത്മാവ് പ്രവചിച്ചു ദൂത് പറയുകയാ, തലേ കൈവെക്കുന്നില്ല. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് കേൾക്കണ്ടേ? തമ്പുരാനെ ഈ പുസ്തകത്തിനകത്ത് ഈ 2 സഹോദരിമാരെ ഓർത്തോണമെന്ന് പറഞ്ഞു. കൃപയാൽ സഹോദരന്മാരെ ആരെ ഓർക്കാൻ പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കുകയും വേണ്ട. ഓർക്കാൻ പറഞ്ഞു നിങ്ങൾ ഞെളിയുകയും വേണ്ട. ഒന്ന് വായിച്ചേരാ കാര്യം. വാസ്തവത്തിൽ ആവർത്തന പുസ്തകം ഒന്ന് വായിച്ചേരാ. ആവർത്തന പുസ്തകം 24:9 ഒന്ന് വായിച്ചു. 24:9. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ശേഷം നിന്റെ ദൈവമായ യഹോവ വഴിയിൽ വെച്ച് മിര്യാമിനോട് ചെയ്തത് ഓർത്തുകൊള്ളുക. ലൂക്കോസിന്റെ 17-നകത്ത് ലോത്തിന്റെ ഭാര്യയെ ഓർത്തോളാൻ പറഞ്ഞു. ആവർത്തന 24:9 മിര്യാമിനെ ഓർത്തോളാൻ പറഞ്ഞു. 2 സഹോദരിമാരെ ഓർക്കാൻ പറഞ്ഞിട്ടുണ്ടേ. ഇവിടെ നോക്കിയെല്ലാവരും. വിശ്വാസിവരനായ അബ്രഹാമിനെ പോലും ഓർക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ 2 സഹോദരിമാരെ ഇടയ്ക്കിടയ്ക്ക് ഓർത്തോണം. ഒരല്ലിയ പറഞ്ഞേര്. ഞാൻ ആ ഭാഗം വിട്ട് മടങ്ങി വരാൻ പോകുകയാ. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഈ യാത്ര മുൻപോട്ട് 7 ദിവസം കഴിഞ്ഞപ്പോൾ തമ്പുരാന്റെ കോപം ശമിച്ചു. വീണ്ടും മേഘം ചലിച്ചു. കോപം ശമിച്ചു, മേഘം ചലിച്ചു. നിങ്ങൾ സ്വതന്ത്രം പറഞ്ഞില്ല. കോപം ശമിക്കുന്നത് വരെ മേഘം ചലിച്ചില്ല. കോപം ശമിച്ചപ്പോൾ മേഘം ചലിച്ചു. സ്തംഭിച്ചു പോയതായ അഗ്നിസ്തംഭം രാത്രി ജ്വലിക്കാൻ തുടങ്ങി. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിൽ കൂടാര കുറ്റിയൂരി യാത്ര അങ്ങോട്ട് തുടർന്നു. യാത്ര സീൻ മരുഭൂമിയിൽ ചെന്നു. സീൻ മരുഭൂമി ചെന്നിട്ട് ആ കാദേശിലോട്ടുള്ള ചെറിയ കയറ്റം കയറുമ്പോൾ അമ്മാമ്മയ്ക്ക് പെട്ടെന്നൊരു നെഞ്ചിനകത്തൊരു അരപ്പ്, ഇടത്തെ കൈക്കൊരു വേദന, ഒന്ന് കുഴഞ്ഞ് താഴോട്ട് വീണു. അവിടെ വെച്ച് ആള് മരിച്ചു. നിങ്ങളൊന്നും സ്തോത്രം പറയുന്നില്ല. കുഷ്ഠം സൗഖ്യമായെങ്കിലും യാത്ര തുടർന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? നിന്നെ വിളിച്ചത് പാതി വഴിയിൽ അവസാനിക്കാനല്ല, നിന്നെ വിളിച്ചത് വാഗ്ദത്തത്തിലെത്താനാ. ഈ രാത്രി ദൂതേറ്റെടുക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കണം. എന്റെ കൂടപ്പിറപ്പേ, നിന്നെ വിളിച്ചത് പാതി വഴിയിൽ ശുശ്രൂഷ അവസാനിക്കാനല്ല. അഹരോന് മനസ്സിലൊരു സന്തോഷമുണ്ട്. ഞാൻ അങ്ങനെയൊക്കെ കൂടെ ഇടപെട്ട് ഇച്ചിരിയൊക്കെ രഹസ്യമായിട്ടൊക്കെ ഇടപെട്ടെങ്കിലും മോശം അറിഞ്ഞിട്ടില്ല. തമ്പുരാനും വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ലെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് എന്നോട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. മിര്യാമിന് കുഷ്ഠം വന്നുള്ളൂ, മിര്യാമെ തട്ടിപ്പോയുള്ളൂ എന്നൊക്കെ ചിന്തിച്ചെങ്കിൽ, ഇവിടെ ശ്രദ്ധിക്കണേ, എന്നൊക്കെ ചിന്തിച്ചെങ്കിൽ കാദേശ് കഴിഞ്ഞു. തൊട്ടടുത്തത് കോർ പർവ്വതമാണ്. കോർ പർവ്വതത്തിൻ്റെ കയറ്റം കയറിയപ്പോൾ അച്ചാനും നെഞ്ചിനകത്തൊരു അരപ്പ്. ഏതച്ചാന്? അഹരോന്. സ്തോത്രം. ലീഡേഴ്സിലെ 2-ാമത്തെ പുള്ളിക്ക്, ലീഡേഴ്സിലെ ഒരു പുള്ളി പോയി, ഇപ്പോൾ 2 പേരായി. 2-ാമത്തെ പുള്ളിക്ക് ഒരു അരപ്പ്, കൈക്കൊരു വേദന, ഒന്ന് കുഴഞ്ഞ് കയറ്റം കയറിക്കൊണ്ടിരിക്കുമ്പോൾ അച്ചാനും പോയി. വിളിച്ചത് കനാനിപ്പാനാ. സ്തോത്രം പറയണം. വിളിച്ചത് ഇവിടെ കുറെ മഞ്ഞയും തിന്ന്, കുറെ പാറയിലെ വെള്ളവും കുടിച്ച്, കുറെ കാടയുടെ ഇറച്ചിയും തിന്ന് ഇവിടെ അവസാനിക്കാനല്ല വിളിച്ചത് കനാനിപ്പാനാ. ഏറ്റെടുക്കുന്നവർ മാത്രം ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് പകൽ തമ്പുരാൻ വിളിച്ചത് വാഗ്ദത്ത കനാനി പോകാനോ. പോരാ. ഇന്ന് രാവിലെ ആരാധിച്ച് ജയമെടുക്കണം. ലക്ഷ്യത്തിൽ നിന്ന് മാറരുത്. എൻ്റെ കൂടെ പിറപ്പേ, എന്തു പ്രശ്നം വരട്ടെ, ലക്ഷ്യത്തിൽ നിന്ന് മാറല്ല. ലക്ഷ്യം നിത്യതയാ. ലക്ഷ്യം വാഗ്ദത്ത കനാനാ.
പാതി വഴിയിലെ ആവശ്യമില്ലാത്ത ഇടപെടലുകൾ, ദൈവത്തിന്റെ കോപം ഏറ്റുവാങ്ങിയിട്ട് യാത്ര പാതി വഴി മുടങ്ങരുത്. ഇന്ന് രാവിലെ ഉപവാസത്തിന്റെ 11ാമത്തെ പകൽ എത്ര പേര് ദൂതേറ്റെടുക്കാൻ തയ്യാറുണ്ട്? എനിക്ക് വല്ല വിധേനയും ഹല്ലേലൂയ. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. 7 വർഷം റാഹേലിന് വേണ്ടി, 7 വർഷം ലേയ്ക്ക് വേണ്ടി, 7 വർഷം ആടുമാടുകൾക്ക് വേണ്ടി, 21 വർഷം കൊണ്ട് ഇഷ്ടം പോലെ സമ്പത്ത് ദൈവം അങ്ങ് വർദ്ധിപ്പിച്ച് അവനെ അങ്ങ് മാനിച്ചു. സ്തോത്രം. എല്ലാം കിട്ടിയ ഒരു രാത്രിയിൽ നോക്കിയപ്പോൾ ലാബാന്റെ മുഖത്തിനൊരു ഷേപ്പ് വ്യത്യാസം. മരുമോന്റെ നേരെ പഴയതുപോലല്ല അമ്മായിയപ്പൻ്റെ അമ്മാവൻ്റെ മുഖമെന്ന് കണ്ട ഉടനെ ആ രാത്രി നല്ല മുഖം ശോഭിക്കുന്ന മുഖത്തേക്ക് നോക്കി. അവങ്കിലേക്ക് നോക്കിയവർ ആ മുഖത്തേക്ക് തമ്പുരാൻ പറഞ്ഞാ, മോനെ ഇവിടെ ഏതവൻ്റെ മുഖത്ത് നോക്കിയാലും ഒരു സമയം കഴിയുമ്പോൾ മുഖം മാറുമടാ, അതുകൊണ്ട് അവനെ നോക്കണ്ട, ഞാൻ നിനക്ക് വെളിപ്പെട്ട ബേഥേലിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. മനസ്സിലാകുന്നുണ്ട്? അവർക്ക് ദൈവത്തെ സ്തുതിക്കുകയാ. ഇവിടുത്തെ ആശ്രയങ്ങളൊക്കെ അറ്റുപോകും, ഇവിടുത്തെ ബന്ധങ്ങളൊക്കെ ശിഥിലമാകും. പക്ഷേ ബന്ധം പിരിയാത്ത ഒരുവൻ നമ്മോട് കൂടെ ഉണ്ട്. നിന്റെ ആശ്രയം അവനിലായിരിക്കണം. ഓ ചുടപരവശ്. ബേഥേലിൽ പോയി ആരാധിച്ചോളാൻ പറഞ്ഞു. യാക്കോബ് ഭാര്യമാരെയും ദാസിമാരെയും പിള്ളേരെല്ലാം വിളിച്ചു പറഞ്ഞാൽ, ഞാൻ ബേഥേലിൽ പോവാണ്, അപ്പൻ്റെ മുഖം പണ്ടത്തെ കൂട്ടുന്നതല്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നുണ്ട്, ഇനി ആടിനെ തീറ്റുന്ന പരിപാടിയില്ല, ഞാൻ ബേഥേലിൽ പോവാണ്, എനിക്ക് ലൂസിൽ വെച്ച് വെളിപ്പെട്ട ഒരു ദൈവമുണ്ട്, ഞാൻ അവിടേക്ക് പോകുകയാണ്, നിങ്ങൾ വെച്ചപ്പോൾ എല്ലാവരും തയ്യാറായി. റാഹേൽ റെഡിയായി, ലേയ റെഡിയായി, പിള്ളേർ റെഡിയായി, ദാസിമാർ റെഡിയായി, ഒരു കൊച്ചു സൈന്യമായിട്ട് ഇവർ ആടും മാടും എല്ലാം ആയിട്ട് ഇങ്ങനെ യാത്ര പുറപ്പെടുക. ഇടയ്ക്ക് വെച്ച് ലാഭം പുറകെ വന്നു, അവനുമായിട്ട് ഉടമ്പടി ചെയ്ത് കൽക്കൂനയൊക്കെ ഉണ്ടാക്കി. അതൊന്നും വിവരിക്കാൻ സമയമില്ല. എല്ലാം കഴിഞ്ഞിട്ട് മുൻപോട്ട് പോയി പാതി പഠിച്ചെന്നുടനെ റാഹേലിൻ്റെ ഒരു ചെറിയ പ്രശ്നം. അല്ലെങ്കിൽ ലാഭം എന്ന് പറഞ്ഞ്, നിങ്ങൾ പോകുന്നേ പൊക്കോ, എനിക്ക് ഇവർ ആരാധിക്കാൻ പോകല്ലോ, എനിക്ക് വിരോധമൊന്നുമില്ല, നിങ്ങൾ പോയി ആരാധിക്കുവോ, കൈയടിക്കുവോ, ആഭരണം ഊരുവോ, സ്നാനപ്പെടുവോ, മീശ പഠിക്കുവോ, ക്ലീൻ ഷേപ്പ് ചെയ്യുമോ, ഒന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല, അതൊക്കെ നിങ്ങൾ ചെയ്തു. പക്ഷേ എൻ്റെ വിഗ്രഹം കൊണ്ട് ഇതിനാ പോയേ. നിങ്ങൾ പോയി വേർപെട്ട് ആരാധിക്കുവോ, ബേഥേലിൽ പോവോ, പെന്തിക്കോസിൽ ചേരുവോ, സ്നാനപ്പെടുവോ, ഇതൊന്നും എൻ്റെ വിഷയമല്ല, നിങ്ങൾ പൊക്കോ. പക്ഷേ എൻ്റെ ഗ്രഹബിംബം എന്തിനാ കൊണ്ടുപോയേ? ഹലോ, ഇന്ന് പകലിൽ ലാബാന്റെ ചോദ്യം അതാ, നീ ആരാധിക്കോ, തുള്ളുവോ, 21 40 ഒക്കെ എടുത്തോ, പക്ഷേ നീ എന്തിനാ അതെടുത്തോണ്ട് പോന്നേ? ആരുടെയും കയ്യിലുണ്ട് ഇന്ന് രാവിലെ എടുത്ത് വെളി കളയണം കേട്ടോ. 11 ദിവസമായിട്ടും അതിൻ്റെ മണ്ടയ്ക്ക് ഗ്ലോറിയും വിക്ടറി ഒന്നും പറയരുത്. ഇന്ന് പകൽക്കാലം നിന്റെ ഹല്ലേലൂയ കയ്യിൽ ഏതെങ്കിലും ഒന്ന് അവകാശം പറയുന്ന, ശത്രു അവകാശം പറയുന്ന എന്തെങ്കിലും നിന്റെ കയ്യിലുണ്ടെങ്കിൽ ഇന്ന് രാവിലെ എടുത്തു കളയണം. സന്തോഷമുള്ളവരെ ആരാധിക്കാവുള്ളൂ. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ വന്നപ്പോഴേ പറഞ്ഞു, കയ്യടി കുറേ വന്ന് എനിക്കറിയാം, കയ്യടിപ്പിക്കാനല്ല വന്നത്, ഗുണപ്പെടണമെന്ന് ആഗ്രഹിക്കാൻ വന്നതാ. എത്ര പേർക്ക് സന്തോഷമുണ്ടെന്ന് രാവിലെ? നിന്റെ കൈ ദൈവഹിതമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കാര്യം ആരാധനയ്ക്ക് ബേഥേലിൽ പോകുവാൻ തടസ്സമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഇന്ന് രാവിലെ കയ്യിൽ നിന്ന് എടുത്ത് പുറത്തു കളയുവാൻ ദൈവാത്മാവ് ജനത്തോട് തൂത് പറയുകയാ. ഏറ്റെടുക്കുന്നവര് മാത്രം രാവിലെ ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ഓ ഹല്ലേലൂയ. ലാവാൻ അവകാശപ്പെട്ടുണ്ടെങ്കിൽ ലാവാൻ വരും പുറകെ. നീ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ലാവാൻ ആട്ടിയാലൊന്നും ലാവാൻ പോകത്തില്ല. അവകാശം നിൻ്റെ കീഴിൽ ഇരിക്കുകയല്ലേ. വായി വെച്ച പല്ല് പോകുന്നല്ലാതെ നീ ആട്ടിയാലും തുപ്പിയാലൊന്നും ലാവാൻ പോകത്തില്ല. സ്തോത്രം പറയുന്നില്ല. ഹല്ലേലൂയ. യാക്കോബ് പറഞ്ഞു, നീ കയറി അന്വേഷിച്ചോളാൻ പറഞ്ഞു. ഈ വിഗ്രഹത്തിനെ പറഞ്ഞിരുന്ന റാഹേൽ നട്ടാ കേൾക്കാത്ത പച്ചക്കള്ളം പറഞ്ഞു, ഗ്ലോറിയും പറഞ്ഞു. സ്തോത്രം. അങ്ങനെയൊക്കെ പറയുമ്പോൾ മനസ്സിലാവുമല്ലോ അല്ലേ? സ്തോത്രം. അപ്പൻ്റെ ഗ്രഹരൂപത്തിൻ്റെ മണ്ടയ്ക്കിരുന്ന പുള്ളി ഗ്ലോറിയും വിക്ടറിയും പ്രൈസ് ലോർഡും എല്ലാം പറഞ്ഞ് ഇങ്ങനെ ചലിച്ചിരിക്കുകയാണ്. സ്തോത്രം. ഈ ചലിക്കുന്നത് ഈ താഴെ ഇരുന്ന വിഗ്രഹത്തിൻ്റെ മുള്ളുകൊണ്ടാണ്. നമ്മുടെ ധാരണ ആത്മാവ് കയറിയാണ്. അത്ര ആരും പറയുന്നില്ല. കൈയടിച്ച് ആരാധിക്കണം. ഇന്ന് പകൽക്കാലം കെട്ടഴിയണം. കുറ്റം വരാനുള്ള കാരണം നീ കണ്ടുപിടിക്കണം. അതിന് ആഴത്തിന് ചികിത്സ നൽകണം. ഓ, ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക. ഈ അപ്പം കയറി പരിശോധിച്ചോളാൻ പറഞ്ഞു. അപ്പം കയറി പരിശോധിച്ചാൽ അപ്പനൊരു പരിമിതി ഉണ്ടല്ലോ. ഒരു പരിധിക്ക് അപ്പുറത്ത് കയറി പരിശോധിക്കാൻ അപ്പനൊക്കത്തില്ല. പക്ഷേ യാക്കോബിനായിരുന്നെങ്കിൽ കയറി പരിശോധിക്കാറുണ്ട്. അപ്പോൾ ഇവൾ പറഞ്ഞു, എനിക്ക് ഇണ്ടിക്കാൻ വയ്യ, അതൊരു പരുവത്തിൽ ഇരിക്കാന്ന് പറഞ്ഞു. ഇന്നിക്കണ്ട, അവിടെ ഇരുന്നു, കിടക്കാൻ പോവാ. ഹലോ, എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ല, അടുത്ത പ്രാവശ്യം വിളിക്കണ്ടെന്നുള്ളേ. പ്രൈസ് ദി ലോർഡ്. യാത്ര തുടർന്നു. ഒരു കുഴപ്പമില്ല. എബ്രാത്തിലെത്താൻ ഒരല്പ ദൂരമുള്ളപ്പോൾ ഒരു 4 ചോട്ടടിയൂടെ വെച്ചായിരുന്നെങ്കിൽ എബ്രാത്തിലെത്തിയനെ. പക്ഷേ അതിന് തൊട്ടു മുമ്പേ പാതി വഴിയിൽ റാഹേൽ പോയി. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പകൽ എന്തിനാ ദൂത് പറഞ്ഞറിയാമോ? നീ ബേഥേലിൽ പാനെ ഇറങ്ങെങ്കിൽ ബേഥേലിൽ ചെല്ലണം.
നീ കനാനിപ്പാന ഇറങ്ങി കനാനി ചെല്ലണം. പാതി വഴിയിൽ അവസാനിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. നിന്റെ വിളിയുടെ പിൻപിലെ ദൈവിക പ്ലാന് നീ വാഗ്ദത്തത്തിൽ എത്തിച്ചേരണം. ഓ ഞാൻ ആ ഭാഗം പിടിക്കാം, മടങ്ങി വരട്ടെ. ഒന്നാമത്തെ കുഷ്ഠത്തിന് കാരണം ശുശ്രൂഷയ്ക്കും അഭിഷേകത്തിനും അധികാരത്തിനും ആത്മീക നിയോഗങ്ങൾക്കുമെതിരെ എഴുന്നേറ്റു. യൂദയുടെ ഭാഷയെ പറഞ്ഞാൽ കർത്തൃത്വത്തെ തുച്ഛീകരിച്ചു, മഹിമയെ ദൂഷിച്ചു. ഇത്രയുള്ള കാര്യം ഒന്ന് പറഞ്ഞ എല്ലാവരും കൂടെ. കർത്തൃത്വത്തെ തുച്ഛീകരിച്ചു, മഹിമയെ ദൂഷിച്ചു. രണ്ട് കാരണം, അങ്ങ് ചെന്നില്ല. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ആള് ഒന്ന് വായിച്ചേ, സമയം നമ്മുടെ മുമ്പിൽ ഒത്തിരി ഇല്ലെങ്കിലും. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു. അവൻ പുരോഹിതന്മാരോട് കോപിച്ചുകൊണ്ടിരിക്കയിൽ തന്നെ യഹോവയുടെ ആലയത്തിൽ ധൂപപീഠത്തിന്റെ അരികെ വെച്ച് പുരോഹിതന്മാർ കാണുകെ അവന്റെ നെറ്റിമേൽ കുഷ്ഠം പൊങ്ങി. മഹാപുരോഹിതനായ അസര്യാവും സകല പുരോഹിതന്മാരും അവനെ നോക്കി. അവന്റെ നെറ്റിയിൽ കുഷ്ഠം പിടിച്ചിരിക്കുന്നത് കണ്ടിട്ട് അവനെ ക്ഷണം അവിടെ നിന്ന് പുറത്താക്കി. യഹോവ തന്നെ ബാധിച്ചത് കൊണ്ട് അവൻ തന്നെയും പുറത്തു പോകുവാൻ ബന്ധപ്പെട്ടു. അങ്ങനെ ഉസിയ രാജാവ് ജീവപര്യന്തം കുഷ്ഠരോഗിയായിരുന്നു. ഇനി ഇവിടെ ശ്രദ്ധിക്കണേ. ഇസ്രായേലിലെ ചരിത്രത്തിൽ ഉസിയാവിനെ പോലെ നല്ല ഭരണം കാഴ്ചവെച്ച ഭരണാധികാരികൾ വളരെ കുറവാണ്. നിങ്ങൾ വീട്ടിൽ പോയി സാവകാശം ഉസിയാവിനെ കുറിച്ച് വായിച്ചാൽ മതി. ഇത്ര നല്ല ഭരണം, ദൈവത്തിന് പ്രസാദമുള്ള ഭരണം, ദാവീദിനെ പോലെ ദൈവത്തെ പ്രസാദിപ്പിച്ച ഭക്തൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. തുടക്കമൊക്കെ വളരെ നല്ലതാണ്. സ്തോത്രം. ദൈവം നോക്കുന്നത് തുടക്കമല്ല, ദൈവം നോക്കുന്ന ഒടുക്കം എങ്ങനെയാണെന്ന്. അതുകൊണ്ടല്ലേ പൗലോസ് പറഞ്ഞു ഇപ്പം ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് പറ ഒരു ശിക്ഷാവിധിയില്ല. ഇന്ന് പകൽ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ ക്രിസ്തുവിനാണോ എന്നുള്ളതാണ് എല്ലാവരും നിശ്ചയം പ്രാപിക്കുന്നത്. ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേരെ. ഈ ഉസിയാവിനെ രാജാവായിട്ട് വിളിച്ചതിൻ്റെ ലക്ഷ്യം ഒന്ന്, ആലയത്തിലെ ശുദ്ധീകരണം നടക്കണം, അടഞ്ഞു പോയ വാതിൽ തുറക്കണം, കാണാതെ പോയ ന്യായപ്രമാണം കണ്ടെടുക്കണം, അതിൻ്റെ റൂമാലും എല്ലാം കളഞ്ഞ് പൊടിയെല്ലാം തല്ലിക്കുടഞ്ഞ് അത് വായിച്ച് ജനത്തെ കേൾപ്പിക്കണം, ജനത്തെ ദൈവത്തിലേക്ക് മടക്കി വരുത്തണം. പിന്നെ ആ പാലമില്ലാത്ത ആറ്റിൽ നല്ല പാലം പണിയണം. പിന്നെ റെയിൽവേക്ക് വേണ്ടി പുതിയ മെട്രോയുടെ പുതിയ മോളിൽ കൂടുള്ള പാലം പണിയണം. ആ റോഡിന് വേണ്ടി പുതിയ ഓവർ ബ്രിഡ്ജ് ഉണ്ടാക്കണം. പിന്നെ എയർപോർട്ട് വികസിപ്പിച്ച് ഒന്ന് ഇൻ്റർനാഷണൽ ഒന്ന് ഡൊമസ്റ്റിക്കുമാക്കണം. ഇതൊക്കെ ചെയ്യാൻ ആരെ വിളിച്ചേ? ഉസിയാവിനെ വിളിച്ചേ. രാജാവിനെ വിളിച്ച രാജാവിൻ്റെ പണി ചെയ്തോണം, ശുശ്രൂഷയെ കയറി തുടരുത്. മിണ്ടുന്നില്ല. നീ നല്ല എഞ്ചിനീയർമാരെ വെച്ച് 10 PA-മാരെയും വെച്ച് നല്ല ഭരണ സംവിധാനം അറിയാവുന്ന ആൾക്കാരെയൊക്കെ വെച്ച് പാലം പണിയുവോ, മെട്രോ പണിയുവോ, റെയിൽവേ കൊണ്ടുവരുവോ, എയർപോർട്ട് പണിയുവോ, റോഡ് വെട്ടുവോ, 6 വരി പാതയുള്ള ഹൈവേ പണിയുകയോ ഒക്കെ നീ ചെയ്തു. അതിനൊന്നും ഇവിടെ ആർക്കും വിരോധമില്ല. പക്ഷെങ്കിൽ ശുശ്രൂഷയെ തുടരുത്. അത് ലേവ്യനുള്ളതാണ്. നിങ്ങൾ മിണ്ടുന്നില്ല. പെട്ടകം ചുമക്കാനും ശുശ്രൂഷ ചെയ്യാനും ഒക്കെയുള്ള ചുമതല ലേവ്യനുള്ളതാ. അതൊരു ശാപം അഴിഞ്ഞു കിട്ടിയതാ. സ്വത്രം പറഞ്ഞേ. നിങ്ങൾക്ക് സ്വത്രം പറഞ്ഞില്ല. ഒന്നുകൂടെ ഞാൻ പറയാം. അത് ദൈവത്താൽ ശാപം അഴിഞ്ഞു കിട്ടിയൊരു കേസാ. ഈ ലേവിയെ അപ്പൻ ശപിച്ചതാ. സ്തോത്രം. ശപിക്കാൻ തക്കതായ കാരണമുണ്ട്. ഇവർ ഈ ബെതേലിപ്പാൻ വന്ന പരിക്ക് അമ്മാമ ഇടയ്ക്ക് വെച്ച് മരിച്ചു. അതെല്ലാം കഴിഞ്ഞ് വെച്ച് ഇവർ യാത്രയൊക്കെ ഇടയ്ക്ക് മുടങ്ങി. കിട്ടിയ സ്ഥലം ഒരുമാതിരി കൊള്ളാമെന്ന് കണ്ടപ്പോൾ അവിടെ ഒരു ചില 10 സ്ഥലം ഒരു വീടൊക്കെ വെച്ച് അവിടെ താമസമായി കഴിഞ്ഞ് കൊച്ച് ലൂലുമാൾ കാണാൻ പോയി ലൂലുമാളി വെച്ച് അവിടുത്തെ ചെറുക്കനുമായിട്ട് കണ്ടു. അത് പ്രശ്നമായി. ഇതറിഞ്ഞും വെച്ച് ഈ ആങ്ങളമാർ രണ്ടും കൂടെ പോയി അവന്മാരെല്ലാം കൂടെ തല്ലിക്കൊന്നു. അവന്മാരുടെ കൊലക്കേസിൽ പ്രതിയായി. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞു വിടുക. ബാക്കി തെറ്റിച്ചൊന്നും പറയുമല്ല. നല്ല ബോധത്തോടെ നിൽക്കുന്ന ശ്രദ്ധിച്ച് കേൾക്കണം. ചുരുക്കി പറഞ്ഞാൽ ആകെ പ്രശ്നമായി. ഒറ്റ രാത്രി കൊണ്ട് അപ്പൻ തലയെ തുണിയിട്ടു. അപ്പൻ്റെ തല കുനിയിച്ച് ഈ പിള്ളേർ. ദീനാമ്മ സൈഡിൽ കൂടെ പോയി, ലേവിയും ശിമയോനും കൂടി ഇതിലേ കൂടെ പോയി. ചുരുക്കി പറഞ്ഞാൽ അപ്പൻ തലയെ തുണിയിട്ടു. സ്വത്രം. ഈ മാനിച്ചിരിക്കുന്ന തല കുനിയാനൊക്കെ 2 പിള്ളേർ വിചാരിച്ചാൽ മതി. അതുകൊണ്ടാണ് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാൻ പറയുന്നത്.
മനസ്സിലാകുന്നുണ്ടോ? എല്ലാം ഉണ്ട്, പക്ഷെ ഒറ്റ നിമിഷം കൊണ്ട് തല കുനിഞ്ഞതിന് കാരണം ഈ പിള്ളേരാ. അതുകൊണ്ട് ഈ അനുഗ്രഹം കൊടുത്തപ്പോൾ യാക്കോബ് പറഞ്ഞു, ഇവന്മാർ യോഗം വെച്ച് യോഗത്തിൽ പോയേക്കല്ലെന്ന് പറഞ്ഞു, ഇവന്മാരുടെ യോഗത്തിൽ പോലും കൂടലെന്ന് പറഞ്ഞു. അങ്ങനെ ശാപം കിട്ടി. അപ്പൻ്റെ ശാപം ശിമയോനും ലേവിക്കും കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവന്മാർ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചു. ആരാധനയുടെ സമയത്ത് തമ്പുരാൻ പറഞ്ഞു, മോശെ വേഗം ഇറങ്ങിച്ചെല്ല്, അകരവൻ ജനത്തിനെ കെട്ടഴിച്ച് വിട്ടെന്ന് പറഞ്ഞു. കെട്ടഴിച്ച് വിട്ട ജനം കാളക്കുട്ടിയെ തോളത്ത് വെച്ചോണ്ട് യഹോവയ്ക്ക് ആരാധന എന്ന് പറഞ്ഞ് ആരാധന കഴിക്കുന്ന സമയത്ത് മോശെ ഇറങ്ങി വന്ന് കണ്ടിട്ട് അങ്ങ് ദേഷ്യം വന്നിട്ട് ഈ കൽപ്പലകയെല്ലാം കൂടെ എറിഞ്ഞ് ഉടച്ചു കഴിഞ്ഞ് വെച്ച് ഈ കാളക്കുട്ടിയെല്ലാം പൊടിച്ചിട്ട് മോശയുടെ ദേഷ്യത്തിൽ മോശ പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ള മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ ആദ്യം രൂപേൻ വരുമെന്ന ഓർത്ത് വന്നില്ല, ശിമയോൻ വരുമെന്ന ഓർത്ത് വന്നില്ല, സ്തോത്രം, യഹൂദ വരുമെന്ന് ഓർത്ത് വന്നില്ല, ഗാദ് വരുമെന്ന് ഓർത്ത് വന്നില്ല, നഫ്താലി വരുമെന്ന് ഓർത്ത് വന്നില്ല, വരുമെന്ന് വിചാരിച്ച പലരും വന്നില്ല. എല്ലാവരും മാറിയപ്പോൾ യോഗത്തിന് പോലും പോകല്ലെന്ന് പറഞ്ഞ് ശാപം കിട്ടിയവൻ അവിടെ നിൽക്കുക. അവൻ കയറി ഒരു വരവ് വന്നു. ഒരു സ്തോത്രം പറഞ്ഞത്, അവസരം കിട്ടിയാൽ നീ കയറി വന്ന് ഈ പകൽ ശാപം അടിച്ചോണം. ഏറ്റെടുക്കുന്നവർ ചേർന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. തമ്പുരാന്റെ അവസരം ഒരുക്കുന്നതാ നിനക്കൊരു വിടുതലിനായിട്ട്. ഓ റബ ശബ്ദരാധന, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രതീക്ഷിച്ച പലരും മാറിയപ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരുത്തൻ കയറി വന്നവനോട് മോശ പറഞ്ഞു, ഹല്ലേലൂയ, അപ്പനെ അമ്മയെ നോക്കല്ലേ, സഹോദരനെ സഹോദരി വാൾ ഉരിക്കോളാൻ പറഞ്ഞു, നിരപ്പിന് വെട്ടാൻ പറഞ്ഞു. അവനൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ കൊയ്തൊരു കയറ്. ഇപ്പൊ അമ്മാമൻ ഊത് പറഞ്ഞതുപോലെ, അല്ലെ ശിമിശോൻ കഴുതയുടെ പച്ചത്താടിയിൽ എടുത്തതുപോലെ ലേവി വാളൂരി 3000 പേര് പട്ടുമാറിയപ്പോൾ, ഓ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ, അശുദ്ധിക്കെതിരെ പോരാടാൻ ലേവി എഴുന്നേൽപ്പോൾ ദൈവത്തെ ആരാധിക്കട്ടെ. നിന്റെ ഉള്ളിൽ ദൈവകൃപ ജ്വലിച്ചാൽ അപ്പന്റെ ശാപം എന്തുവാ? ഇവന്മാരുടെ യോഗത്തിന് ആരും പോകല്ല. ലേവി വാളൂരി ദൈവത്തിന് ന്യായവിധി നടപ്പാക്കിയപ്പോൾ തമ്പുരാൻ പറഞ്ഞു, യോഗത്തിന് ഡേറ്റ് തീരുമാനിക്കുന്ന ഇവന്മാരാ. ഉണ്ടെന്നില്ല. അപ്പൻ്റെ ശാപം യോഗത്തിന് ഇവന്മാരുടെ യോഗത്തിന് ആരും പോകല്ല. പക്ഷേ ശാപം മാറിയപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ഇനി യോഗത്തിന് ഡേറ്റ് നിൽക്കുന്ന ആരാ? പാറ. ഓ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇനി യാഗം കഴിക്കുന്ന ആരാ? ഇനി പെട്ടകം ചുമക്കുന്ന ആരാ? ഇനി ചേർന്ന് ഈ കൂടാരത്തോട് ചേർന്ന് വസിക്കുന്ന ആരാ? നല്ല സ്തോത്രം പറയണം. ഹല്ലേലൂയ. അവകാശവും അനുഗ്രഹവും അപ്പൻ വെട്ടിമാറ്റിയെങ്കിൽ, അവസരം വന്നപ്പോൾ നുകം തമ്പുരാൻ ഒടിച്ചു മാറ്റിയെങ്കിൽ, ഇന്ന് രാവിലെ ചില നുകങ്ങളെ ദൈവം ഒടിക്കുകയാ. നിന്റെ മീതെ ദുഷ്ടൻ വെച്ച ചില ശാപത്തിന്റെ നുകങ്ങളെ ഈ ദൂത് പറയുമ്പോൾ സ്വർഗം ഒടിക്കുകയാ. പ്രാർത്ഥിച്ച് വിശ്വസിച്ചിരുന്നു. ഇന്ന് പകൽ ഒരു നിലയിലും ശുശ്രൂഷയിലും ആത്മീയത്തിൽ ഉയരാൻ കഴിയാതെ നിന്റെ മീതെ വന്ന ചില നുകങ്ങൾ തമ്പുരാൻ ഒടിച്ചു മാറ്റുകയാണ്. ചില ബന്ധനങ്ങൾ ദൈവം അഴിച്ചു മാറ്റുകയാണ്. ഒരു വലിയ വിടുതൽ ദൈവം പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈ രാജാക്കന്മാരുടെ എഴുന്നള്ളത്ത് നമ്മൾ കാണേണ്ടി. അതൊക്കെ ദാവീദ് സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്. രാജാക്കന്മാരുടെ എഴുന്നള്ളതിനെ കുറിച്ച് തപ്പുകൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നിന്ന് പാട്ട് പാടുന്നവർ മുമ്പിൽ നടന്നൊക്കെ പോന്ന അതേ രീതിയിൽ അങ്ങോട്ട് ഉസിയാവ് പോയത് നല്ലൊരു പല്ലക്കിനകത്തെടുത്ത് 4 പേര് തോളത്ത് വെച്ച് 2 പേര് വെഞ്ചാമരമൊക്കെ വീശി അല്ലെ ഉസിയാ രാജാവേ ജയ ജയ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോയത്. സ്തോത്രം. പക്ഷെ ഇങ്ങോട്ട് വന്നത് കുഷ്ഠമെന്ന് പറഞ്ഞ് തലയിൽ തുണിയിട്ടുണ്ട ഇങ്ങോട്ട് വന്നത്. നോക്കി, അങ്ങോട്ട് പോയത് രാജാവിൻ്റെ മാന്യതയോടെയാണെങ്കിൽ ഇങ്ങോട്ട് വന്നത് തലയിൽ തുണിയിട്ട് കുഷ്ഠമെന്ന് പറഞ്ഞ ഇതിനെല്ലാം കൂടെ 10 മിനിറ്റ് മതി. മനസ്സിലാകുന്നുണ്ടോ? മാന്യത കിട്ടാനും പോകാനും എല്ലാം 10 മിനിറ്റ് മതി. അതുകൊണ്ട് ഏൽപ്പിക്കാത്ത ഒരു കാര്യം നീ കയറി ചെയ്യല്ലേ. ഇവിടെ എഴുതിയേക്കുന്ന ഒരു വാക്കുകൊണ്ട് വായിപ്പിക്കുന്നില്ല. ഉസിയാവിൻ്റെ അകം നിഗളിച്ചു. അവന് ലഭിച്ച പ്രശംസയും അവന് ലഭിച്ച മാന്യതയും എല്ലാം കൂടെ അവൻ്റെ അകത്ത് നിഗളമുണ്ടായി, അഹങ്കാരമുണ്ടായി. അഹങ്കാരത്തിൻ്റെ പരിണിത ഫലം. അല്ലെ, ദേഹത്ത് എവിടെങ്കിലും ആയിരുന്നെങ്കിൽ നമുക്ക് ആദ്യം ഒരു ബെന്നിനിടാം, അത് ഒത്തിരി അതിന് പുറത്തൊരു സൂട്ടിടാം, അത് ഒത്തിരി അതിന് മണ്ടയ്ക്ക് ഒരു ജാക്കറ്റ് ഇടാം, അത് ഒത്തിരി അതിന് മണ്ടയ്ക്ക് ഒരു സൂട്ടിടാം. ഇതൊക്കെ ഇട്ട് നമുക്ക് വേണേൽ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ നെറ്റിക്ക് പൊങ്ങിയാൽ എന്നോ സൂട്ടായിടുന്നേ. ഹലോ, ബാക്കി നമുക്ക് ടൈ കെട്ടിയോ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മറയ്ക്കാമെന്നേ. ഇത് മറയ്ക്കാനൊക്കാത്തത് വന്നാൽ എന്തോ ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? അയ്യോ, തമ്പുരാൻ നിന്നെ വെളിപ്പെടുത്താൻ തീരുമാനിച്ചാൽ, ഹല്ലേലൂയ, ശക്തമായി ദൈവാത്മാവ് ദൂത് പറയുക, സ്വർഗം നിന്നെ പരസ്യകോലമാക്കാൻ തീരുമാനിച്ചാൽ അത് മാറ്റാൻ ആരെ കൊണ്ട് കഴിയത്തില്ല. ഓ ദീപാരമന രഗൽക്കനാഥന. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ.
ഉസിയാവിന് നിഗളം കൊണ്ട്, അഹങ്കാരം കൊണ്ട് എന്തുണ്ടായി? മിരിയാമിന് വീട്ടിലുണ്ടായ ശുശ്രൂഷയ്ക്ക് വിരോധമായി എഴുന്നേറ്റത് കൊണ്ട് കുഷ്ഠമുണ്ടായി. ഓരോന്നിനും ഓരോ കാരണമാണ്. പക്ഷേ ഇപ്പോൾ ഈ കുഷ്ഠം വന്നാലും ദൂത് കേൾക്കുന്നത് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ കൊട്ടാരത്തിലെ പ്രവാചകനായ യെശയ്യാവിനെ കൊണ്ടുപോയി ഈ കുഷ്ഠരോഗിയെ പാർപ്പിച്ച് തൊട്ടടുത്ത മുറി പാർപ്പിച്ചു. അപ്പോൾ ഒരു മുറി കിടന്നുകൊണ്ട് ഈ ഉസിയാവ് രാവിലെ തൊട്ട് വയ്യോളം എനിക്ക് കുഷ്ഠം, എനിക്ക് കുഷ്ഠം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. സ്തോത്രം. കുഷ്ഠരോഗിയുടെ ഒരു പ്രവസ്ഥയാണ്. അവൻ എന്തോ പറയണം? എനിക്ക് കുഷ്ഠമെന്ന് പറയണം. അപ്പുറത്തെ മുടി ദൂത് പറയാൻ കിടക്കുന്ന പുള്ളി ഇപ്പോൾ ഇത് കേട്ട് കേട്ട് നിനക്ക് കഷ്ടം, നിനക്ക് കഷ്ടമെന്നായി. ഉണ്ടെന്നില്ല, ഇപ്പുറത്തെ കുഷ്ഠം കേട്ട് കേട്ട് അപ്പുറത്തെ കഷ്ടമായി. മനസ്സിലാകുന്നുണ്ടോ? തമ്പുരാന് മനസ്സിലായി, ഇനിയും ഇവൻ ഇങ്ങനെ ദൂത് പറഞ്ഞുകൊണ്ടിരുന്നാൽ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാൻ വിളിക്കുന്ന ദൂത് ഇവനെ കൊണ്ട് പറയിപ്പിക്കേണ്ട. ഇവിടെ പറയും കന്യക ഗർഭിണിയായി, അവ കയ്യോ കഷ്ടമെന്ന് പറയും. കാരണം ഇപ്പോൾ പറയുന്ന എല്ലാ ദൂതിൻ്റെ ആദ്യം എന്നെ ഉണ്ട്, കഷ്ടമുണ്ട്. അതുകൊണ്ട് ഇനി ഈ ദൂത് പറയുമ്പോൾ കഷ്ടം പറയും. അതിന് തമ്പുരാൻ ഒരു കാര്യം ചെയ്തു, ഉസിയാവിനെ മാറ്റി. ഹലോ, അതുവരെ പുള്ളിയുടെ നോട്ടം മുഴുവൻ ഈ മുറിക്കകത്തോട്ടായിരുന്നു. സ്തോത്രം. ഇവിടെ ഇരുന്നുകൊണ്ട് എന്നൊക്കെ ദൂത് പറയുമ്പോൾ അതനുസരിച്ച് അവിടുന്ന് കാശ് ഇങ്ങോട്ട് വരുന്നത്, അതനുസരിച്ച് ഇങ്ങോട്ടായിരുന്നു. തമ്പുരാൻ ആ നോട്ടമുള്ള വ്യക്തി അങ്ങ് മാറ്റിയിട്ട് ആ മുറി അടച്ചപ്പോൾ പുള്ളിക്ക് നോക്കാൻ സ്ഥലമില്ല. അന്നേരം പുള്ളി മേളിലോട്ട് നോക്കി. ഒരു സ്തോത്രം പറഞ്ഞേ, ഇന്ന് പകൽക്കാലം നിനക്ക് ആശ്രയമുള്ള പല വാതിലും അടയ്ക്കുന്നത് ഇനിയെങ്കിലും മേളോട്ടൊന്ന് നോക്കാനാ. ഇന്ന് പകലെങ്കിലും നീ മേളോട്ടൊന്ന് നോക്കാൻ കഴിഞ്ഞ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ തേജസ് കാണാൻ നീ ഇന്ന് പകൽക്കാലം കണ്ണുകളെ ഉയർത്തുമെങ്കിൽ, ഓ അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ജീവകാലം മുഴുവൻ അവൻ ആരായിട്ട് പാർത്തു? ഉസിയാവ് ആരായിട്ട് പാർത്തു? മരിക്കുന്നതിന് വരെ പുള്ളി ആരായിരുന്നു? പക്ഷെ മിരിയാമിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ വിട്ടുവീഴ്ച ഉണ്ടായി. എന്നെ കാര്യം എന്നറിയാമോ? പറ. കവിണ് വീണ ഒരുത്തനുണ്ടായിരുന്നു. പ്രൈസലോ. പാളയത്തിന് പുറത്ത് കിടന്ന മിരിയാം അത് കണ്ടില്ലെങ്കിലും പാളയത്തിനകത്തുള്ള മോശ കവിണ് വീണ് കേട്ടോ. ഇന്ന് പകൽക്കാലം പലതിൻ്റെയും വിടുതലിൻ്റെ പുറകിൽ നീ അറിയാതെ ആരൊക്കെയോ കവിണ് കിടക്കുന്നത് കൊണ്ടാ. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സമയം ഓടിപ്പോകുന്നത് കൊണ്ട് നിങ്ങൾ 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യവും 27-ാം വാക്യവും വായിച്ചു. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 1-ാമത്തെ വാക്യവും 27-ാമത്തെ വാക്യവും. അരാം രാജാവിന്റെ സേനാധിപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയതുകൊണ്ട് അവന്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. അവൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. അവൻ പരാക്രമശാലിയെങ്കിലും ആരായിരുന്നു? കുഷ്ഠരോഗിയായിരുന്നു. ഇനി അതിന്റെ 27-ാമത്തെ വാക്യം. ആകയാൽ നയമാന്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതിക്കും എന്നേക്കും പിടിച്ചിരിക്കുമെന്ന് അവനോട് പറഞ്ഞു. അവൻ ഹിമം പോലെ വെളുത്ത് കുഷ്ഠരോഗിയായി അവനെ വിട്ട് പുറപ്പെട്ടു പോയി. ശ്രദ്ധിക്കണേ, ഇവിടെ നോക്കിയാട്ടെ. ബാക്കിയെല്ലാം വായിപ്പിക്കണ്ട, പക്ഷെ നമ്മുടെ മുമ്പിൽ സമയം ഇങ്ങനെ ഓടിപ്പോവാം. നയമാന് മാന്യനായിരുന്നു, യുദ്ധവീരനായിരുന്നു, പോയ യുദ്ധത്തിലെല്ലാം വിജയിച്ചിട്ടുണ്ട്. പക്ഷെ ആളാരായിരുന്നു? അപ്പോൾ ഈ നയമാൻ്റെ വീട്ടിൽ അടിമയായി പിടിച്ചുകൊണ്ട് വന്ന ഒരു ഇസ്രായേലി പെൺകുട്ടി പറഞ്ഞ്, ഞങ്ങളുടെ നാട്ടിൽ ഒരു പാസ്റ്ററുണ്ട്, പുള്ളിക്കാരൻ്റെ അടുക്കൽ ആരെങ്കിലും ചെന്നിട്ടുണ്ട്, ആ വ്യക്തി വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമ്മുടെ അച്ഛനെ അവിടെ കൊണ്ടുവന്ന് കാണിച്ച് പ്രാർത്ഥിപ്പിക്കാമേ, ഒരു പക്ഷേ വിടുതലുണ്ട് എന്ന് ഈ പെൺകുട്ടി പറഞ്ഞ അനുസരിച്ച് നയമാനോട് ഭാര്യ പറഞ്ഞു. അങ്ങനെ നയമാൻ എലീശയുടെ അടുക്ക വന്നു. എലീശയുടെ അടുക്ക വന്നപ്പോൾ എലീശ പറഞ്ഞു, യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങിട്ട് പൊക്കോളാൻ പറഞ്ഞു. സ്തോത്രം. നമ്മൾ ഈ വരുന്ന ആളിൻ്റെ പദവിയൊക്കെ നോക്കി ചിലപ്പോൾ ഒരു മാന്യത കാണിക്കും. എലീശായ്ക്ക് അതൊന്നുമില്ല. എലീശ വന്നപ്പോൾ പറഞ്ഞു, നിൻ്റെ കേസിന് 7 ദിവസം 7 പ്രാവശ്യം യോർദാനിൽ മുങ്ങ, വീട്ടിൽ പോകാത്തവരുടെ കേസ്. ഇവർ ഭയങ്കര ദേഷ്യമായിപ്പോയി. ഇവൻ വിചാരിച്ച് തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെന്നൊക്കെ പറയുമെന്നാണ് വിചാരിച്ചു. പക്ഷേ അവൻ വിചാരിച്ച പോലൊന്നും അല്ല. ശുശ്രൂഷയുടെ നടത്തിപ്പല്ലേ, മിണ്ടുന്നില്ല. നിയോഗം നൽകുന്ന പോലെ കർത്താവിൻ്റെ ആത്മാവ് കാര്യങ്ങൾ ചെയ്യും. നീ അതിന് ദേഷ്യപ്പെടുകയൊന്നും ചെയ്യല്ലേ. ആത്മാവ് എന്നോ പറയുമോ അതങ്ങ് അനുസരിച്ചോണം. സ്നാനപ്പെടാനാ പറഞ്ഞെങ്കിൽ നീ അങ്ങ് സ്നാനപ്പെടണം. വേർപെടാനാ പറഞ്ഞെങ്കിൽ നീ അങ്ങ് വേർപെടണം. ഇനിയും പൂർണ്ണമായ പരിച്ഛേദന ആചരിക്കാൻ പറഞ്ഞാൽ നീ അങ്ങ് ആചരിക്കണം. ഹൃദയത്തിൽ ശുദ്ധീകരണം വരാൻ പറഞ്ഞ് നിന്നോട് എന്താണോ ദൈവാൻ പറഞ്ഞ് നീ അതങ്ങ് അനുസരിക്കണം. അതിന് പറഞ്ഞ ദൈവദാസോട് കോപിച്ചിട്ട് കാര്യമൊന്നുമില്ല. കോപിച്ച് തുള്ളിച്ചാടി പോയറിനെ ഇവൻ്റെ ദാസം പറഞ്ഞ് നമ്മളോട് പിടിപ്പണം മാരാൻ പറഞ്ഞില്ല, പുനന്നൂര് വലിക്കാൻ പറഞ്ഞില്ല, കോഴിയെ വെട്ടാൻ പറഞ്ഞില്ല, ഉരുളി കമത്താൻ പറഞ്ഞില്ല, പിന്നെ കുരുതി കഴിക്കാൻ പറഞ്ഞില്ല, നേർച്ചയിടാൻ പറഞ്ഞില്ല, ഒന്നും ആകെപ്പാടെ വെള്ളത്തിൽ മുങ്ങാനല്ല പറഞ്ഞുള്ളൂ. ഹലോ, ഒരു സിമ്പിൾ കാര്യം, നമുക്കൊന്ന് മുങ്ങിയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സിലോടെ ഇവനെ നിർബന്ധം കൊണ്ട് പുള്ളി വെള്ളത്തിൽ മുങ്ങി. 6 പ്രാവശ്യം മുങ്ങിയിട്ട് ഒരു മാറ്റമില്ല. 7-ാമത്തെ പ്രാവശ്യം മുങ്ങി എഴുന്നേറ്റപ്പോൾ ദേഹം എന്തായി? ഒരു ബാലകൻ്റെ ദേഹം പോലെ ശുദ്ധമായി. സ്തോത്രം.
അപ്പോൾ പുള്ളി ഒരു ചാക്ക് കണക്കിന് സമ്മാനം എല്ലാമായിട്ട് നേരെ എലിശാടുക്ക വന്ന് സമ്മാനം കൊടുക്കാൻ പറഞ്ഞു, നിൻ്റെ സമ്മാനം ഒന്നും വേണ്ട, നീ കൊണ്ടുപോയിക്കോളാം. ഒന്നും മേടിച്ചില്ല. മേടിക്കാതെ പോയ ഉടനെ ഗേഹസിക്കൊരു സങ്കടം. എടാ, ഇത്രയെല്ലാം ചാക്കുംപടി സമ്മാനം കൊണ്ട് വന്നപ്പോൾ ഈ മനുഷ്യൻ മേടിച്ചില്ല, അയാളെന്തൊരു മനുഷ്യൻ, അയക്ക് വേണ്ട എന്നോട് അതിൽ മേടിച്ചോളാൻ പറഞ്ഞാൽ പോരെ എന്നൊക്കെയുള്ള ചിന്ത ഇവൻ്റെ മനസ്സിലുണ്ടായിട്ട് ഇവനെ പുറകെ കൂടെ ചെന്നു. സ്തോത്രം. ഈ പുറകെ കൂടെ ചെന്നിട്ട് ഗേഹസിയുടെ ഈ നയമാൻ്റെ പുറകെ ഓടിച്ചെന്നപ്പോൾ നയമ വണ്ടി നിർത്തി. എന്നാ വരുന്നത് ചോദിച്ചാൽ പറഞ്ഞു, നീ ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞപ്പോൾ അവിടെ 2 ഗസ്റ്റ് വന്നത്, അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് ഞങ്ങളുടെ യജമാൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഉണ്ട് ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്ന് പറഞ്ഞു. അതിനെന്തോ എല്ലാം കൊടുത്തു, ചാക്കുംപടി കൊടുത്തു. ഒരു സ്വതന്ത്രം പറഞ്ഞേ. പുള്ളി ഇതെല്ലാം മേടിച്ചു പുറകെ കൂടെ തന്നെ അകത്ത് വന്ന് മുറി കൊണ്ട് വെച്ചു. ഈ പുറലത്തെ വഴി ശരിക്കും പുള്ളിക്കറിയാം. നിങ്ങൾ മിണ്ടുന്നില്ല. ചിലർക്ക് മിന്നലത്തെ വഴി അറിയത്തില്ലെങ്കിലും പുറലത്തെ വഴി കൃത്യമായിട്ട് അറിയാം. ഹല്ലേലൂയ. അവൻ പുറകെ കൂടെ പോയി, പുറകെ കൂടെ വന്നു, അകത്ത് കൊണ്ട് വെച്ചു. എന്നിട്ടൊന്നും അറിയാത്ത പോലെ ഈ വന്ന് വീണ്ടും ഏലിശയുടെ മുമ്പ് ചെന്നുകൊണ്ട് പ്രൈസ് ലോർഡ്, ഗ്ലോറി, രക്തം ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടേ ഏലിശ ചോദിച്ചു, നീ എവിടെ പോയേക്കുമായിരുന്നു? അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഞാനങ്ങ് പോയില്ല എന്നൊക്കെ പറഞ്ഞു. പ്രൈസ് ലോർഡ്. നിങ്ങൾക്ക് തന്നെ ഒരു മുഖത്തൊരു മൗളിപ്പ് പോലെ. ഞാൻ ഗേഹസിയുടെ കാര്യമല്ലേ പറയുന്നത്. പ്രൈസ് ലോർഡ്. എടാ, ആരാൻ രാജ്യത്തെ രാജാവിൻ്റെ അരമന രഹസ്യം പ്രാർത്ഥനാമുറി വെളിപ്പെടുന്ന പുള്ളിയെടുക്കല്ലേ വന്നിരിക്കുന്നേ? ഹലോ, മനസ്സിലാകുന്നുണ്ടോ? വെളിപ്പാടുള്ളവൻ്റെ മുമ്പിൽ ഒരു അഭ്യാസവും ചില ഭാഗത്തില്ല. നല്ല വെളിപ്പാടുള്ള ഏലിശയുടെ മുമ്പിലാണ് ഇവൻ വന്ന് നട്ടാക്കിളിക്കാത്ത പച്ചക്കള്ളം പറഞ്ഞത്. ഹല്ലേലൂയ. ഉടനെ പറഞ്ഞ മോനെ ഗേഹസി, നീ അങ്ങോട്ട് പുറകെ കൂടെ പോയപ്പോഴും നീ ഇങ്ങോട്ട് വന്നപ്പോഴും മേടിച്ച സാധനം കൊണ്ട് പെരെ വെച്ചപ്പോഴും എല്ലാം എൻ്റെ കണ്ണ് നിൻ്റെ പുറകിലുണ്ടായിരുന്നു. സ്തോത്രം. CC ക്യാമറ ഇല്ലാതെ കാര്യം മനസ്സിലാക്കുന്ന ആളായിരുന്നു ഏലിശ. ഒരു സ്തോത്രം പറഞ്ഞേര്. അയ്യോ, നല്ല അഭിഷക്തന്മാർക്ക് CC ക്യാമറ ഒന്നും വേണ്ടെന്നേ, അവൻ്റെ കണ്ണിലെല്ലാം വെളിപ്പെട്ട് നിൽക്കുകയല്ലേ. കരമടിച്ച് ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്ക് ഭയങ്കരമാണ്. 27-ാമത്തെ വാക്ക് ഞാൻ വായിപ്പിച്ചേ. ഒന്നുകൂടെ അത് വായിച്ച് കേൾപ്പിക്കും. ആകയാൽ നയമാന്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതിക്കും എന്നേക്കും പിടിച്ചിരിക്കുമെന്ന് അവനോട് പറഞ്ഞു. ഞാനൊരു സ്നേഹത്തോടൊരു കാര്യം എല്ലാവരും പറയാമേ. പിള്ളേർക്ക് ബാംഗ്ലൂരിൽ 2 വീടും 2 ഫ്ലാറ്റ് മേടിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നാട്ടിൽ 10 ഏക്കർ തോട്ടം മേടിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പിള്ളേർക്ക് കുഷ്ഠം മേടിച്ച് കൊടുത്തിട്ട് പോകല്ല. നിങ്ങൾ അല്ലിലേ പറഞ്ഞില്ല. അത് ഞാൻ വളരെ സ്നേഹത്തോടെ പറയുവാണ്. നീ 10 ഏക്കർ തോട്ടം നാട്ടി മേടിച്ച് പിള്ളേർക്ക് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അവരുണ്ടായിക്കോളും. നീ കൃപയെ നിൽക്കുകയാണ്, പിള്ളേർക്ക് ദൈവം കൊടുത്തോളൂ. പ്രൈസ് ദി ലോർഡ്. ഇനി ബാംഗ്ലൂർ 2 വീട് മേടിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. പിള്ളേർക്ക് ദോഷം ചെയ്തിട്ട് പോകല്ല. ഈ ഗേഹസി ചെയ്ത പരിപാടി കണ്ടോ? ഇവന് കുഷ്ഠം അങ്ങ് വന്നിട്ട് ഇവനങ്ങ് ചത്തോട്ട്. ഉസിയാവിന് മാത്രമേ കുഷ്ഠം വന്നുള്ളൂ, അവൻ്റെ പിള്ളേർക്കൊന്നും കുഷ്ഠം വന്നില്ല. ഒരല്ലേ പറഞ്ഞേ. പക്ഷേ ഇവൻ ചെയ്ത പരിപാടി ഇവൻ്റെ പിള്ളേർക്ക് തലമുറ ഇനിയും ഗേഹസിയുടെ വീട്ടിൽ ഏത് മക്കൾ ഉണ്ടായാലും ഉണ്ടാകുന്ന കൊച്ചിന് എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? അപ്പം ചെയ്തൊരു പരിപാടിയാണ്. സ്തോത്രം. യഹോവ അവനെ ബാധിച്ചെന്നാണ്. ഒരു സ്തോത്രം പറയണേ. നമ്മൾ ഈ യഹോവ ബാധിച്ചതിൻ്റെ ഒന്നും മണ്ടയ്ക്ക് അറിയാതെ പോയി കൈവെക്കല്ലേ. പിശാച് ബാധിച്ചാണ് ഇന്ന് കൊണ്ടുവരും, ഞാൻ പ്രാർത്ഥിക്കും, സൗഖ്യമായിരിക്കും. പിന്നെ മനസ്സിലാകുന്നുണ്ടോ? പിശാചിൻ്റെ ശക്തി ചെറുതൊന്നുമല്ല, വലുതാ. ഒറ്റ ദേഹത്ത് 6000 എണ്ണം കയറി ഒരിടത്തിരുന്നു. അപ്പോൾ 6000 ആത്മാവിന് ഒരു മനുഷ്യനിരിക്കാൻ അറിയാം. അപ്പം തന്നെ ഒരാത്മാവ് 400 പേരുടെ വായിൽ പോഷ്കായിട്ട് വെളിപ്പെട്ടു. ആഹാബിനെ നശിപ്പിക്കാൻ തമ്പുരാൻ തീരുമാനിച്ചപ്പോൾ ഒരാത്മാവ് 400 പ്രവാചകന്മാരുടെ വായിൽ എന്തോ ആയി. അപ്പോൾ ഒരാത്മാവിന് 400 പേരുടെ വായിൽ കയറാനറിയാം. 6000 എണ്ണത്തിന് ഒരാളിൽ കയറാനും അറിയാം. ഈ 6000 കയറിയാലും അവനോട് തമ്പുരാൻ നേരത്തെ കൽപ്പിച്ചിരുന്നെന്ന് എഴുതിയേക്കുന്നത്. എപ്പോഴാണെന്നറിയാമോ? കാറ്റേ അടങ്ങ്, കടലെ ശാന്തമാകുന്ന പറഞ്ഞപ്പോൾ ഇവനോട് കൽപ്പിക്കുകയായിരുന്നു. മനസ്സിലായില്ലേ? ഇന്ന് പകൽക്കാലം അവൻ ഏത് രൂപത്തിൽ വെളിപ്പെട്ടാലും വെളിപ്പെടുന്നതിനെ ശാസിക്കാനുള്ള ദൈവിക അഭിഷേകം നമ്മുടെ മേലുണ്ട്. ഏറ്റെടുക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശവക്കല്ലറയിൽ കിടന്നുകൊണ്ട് അയ്യം വിളിച്ച് 6000 ഭൂതം ബാധിച്ചവനെ ശാസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്. അവനോട് പുറപ്പെട്ടു പോകാൻ യേശു നേരത്തെ കൽപ്പിച്ചിരുന്നു. എപ്പോഴാ കൽപ്പിച്ചെന്നറിയാമോ? പടകിളകി, കടലിളകി, തിരയിളകി, കാറ്റിളകി സമയത്ത് തമ്പുരാൻ എഴുന്നേറ്റ് കേട്ടോ. അവൻ എഴുന്നേറ്റാൽ ഇന്ന് പകൽക്കാലം അഴിയാത്ത ഒരു കെട്ടുമില്ല കേട്ടോ. അല്ല, ഏത് മാരകമായ പൈശാചിക പോരാടെങ്കിലും അവൻ എഴുന്നേറ്റാൽ ആ കെട്ടഴിഞ്ഞിരിക്കും. വിശ്വസിക്കുന്നവർ മാത്രമേ ദൈവത്തെ ഇന്ന് പകൽക്കാലം സ്തുതിക്കാവുള്ളൂ. ഹല്ലേലൂയ.
അപ്പൊ 6000 എണ്ണം ഒരുത്തനെ കയറിയാലും ഒരെണ്ണം 400 പേർക്കകത്ത് കയറിയാലും തമ്പുരാൻ ഒരുപോലെ ഉള്ളൂ, ഒറ്റ ശാസനയ്ക്കടി. പക്ഷേ യഹോവ ബാധിച്ചവൻ്റെ തലേ നീ എന്ത് ചെയ്യരുത് പറഞ്ഞേ, കൈവെക്കാൻ പോകാൻ. അപ്പോൾ കൈവെക്കാനായിട്ട് അടുക്ക് വരുമ്പോൾ ആദ്യം വിവേചിക്കണം. ഇവൻ നയമാൻ്റെ പുറകെ പോയ കേസാണോ? എല്ലാവരും ഇവിടെയാണോ? മനസ്സിലാകുന്നുണ്ടോ? പിന്നെ പോയുള്ള പിജാനെല്ലാം കയറ്റിക്കൊണ്ട് വന്ന് വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് ശല്യം ഉണ്ടാക്കിക്കൊണ്ട് വരല്ല. ഇവിടെ സഭായവും കലക്കിടന്ന് നീ അലറിക്കൂ ബഹളമൊന്നും വെക്കല്ല. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആത്മാവ് വിവേചിച്ച് ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ. ഞാനങ്ങോട്ട് ഇറങ്ങി വന്ന ആരുടെയും തലയിലൊന്നും കൈവെക്കുന്നില്ലെന്നുള്ളത് എല്ലാം ആത്മാവ് ദൂത് പറയുകയാണ്. ഇന്ന് പകൽക്കാലം അല്ലേലൂയ, നീ വഴിയെ പോയ വയ്യാവേലി ഒന്നും മരിച്ചുകൊണ്ട് അങ്ങോട്ടോട്ട് വരല്ലേ. അല്ലേലൂയ, നയമാൻ അങ്ങ് പോട്ടെ, നീ എന്തിനാ അവൻ്റെ പുറകെ പോന്നു? സ്തോത്രം. നോക്കിയ പരിണിതഫലം കണ്ടോ? ഗേഹസിയുടെ കുടുംബത്തിൽ ഏത് മക്കളുണ്ടായാലും ഉണ്ടാകുന്ന പിള്ളേരെല്ലാം ആരായിട്ട് മാറി? ഹോ, എന്താ ഗേഹസിക്ക് കുഷ്ഠം വരാൻ കാരണം? ഒടുങ്ങാത്ത ദ്രവ്യാഗ്രഹം. പറഞ്ഞേ, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും. നല്ല അല്ലേലൂയ പറയണം. ഒരുത്തി കുടുംബത്തിൽ ശുശ്രൂഷക്കെതിരെ എഴുന്നേറ്റ് കുഷ്ഠരോഗിയായി. ഒരുത്തൻ ഭരണത്തിന്റെ വലിയ സ്വാധീനത്തിൽ നിഗളിച്ചു കുഷ്ഠരോഗിയായി. ഒരുത്തൻ ദ്രവ്യാഗ്രഹത്തിന്റെ പുറകെ പോയി കുഷ്ഠരോഗിയായി. ഇന്ന് പകൽക്കാലം ഏത് വിഷയത്തിന്റെ പേരിലാണോ നിന്റെ ജീവിതത്തിന്റെ മേൽ അലട്ടുന്ന പ്രശ്നം, അതിന്റെ മേൽ ഇന്ന് പകൽക്കാലം മനസ്സലിവുള്ള യേശുവിന്റെ കരം തൊട്ട് പിടിപ്പിപ്പാൻ യേശു മതിയായവനാ. ചേർന്ന് കരമടിച്ചൊരു നിമിഷം എല്ലാവരും ചേർന്ന് ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. ഈ ഒരു കുഷ്ഠരോഗി സൗഖ്യമായി. കർത്താവിനെ തൊട്ട് കേട്ടു. മനുഷ്യൻ തൊടാനിറക്കുന്ന മാരക രോഗമായ കുഷ്ഠരോഗിയെ മനസ്സറിഞ്ഞ് കർത്താവ് തൊട്ടു. ക്ഷണത്തിൽ അവൻ സൗഖ്യമായും പറഞ്ഞു, നീ പൊക്കോ, ഈ വിഷയം നീ ആരോടും പറയല്ല. പക്ഷേ അവൻ ഈ കുഷ്ഠരോഗികളുടെ പാളയത്തിൽ പാർക്കുമ്പോൾ അവരൊരു യൂണിയനുണ്ട്. ആ യൂണിയനകത്ത് ചെന്ന് വെച്ച് 10 പേരോട് പറഞ്ഞതേ യേശു എന്നെ സൗഖ്യമാക്കിയെന്ന് പറഞ്ഞു. ഈ 10 പേരും കൂടെ യാതയായിട്ട് വന്നു യേശുവിൻ്റെ അകലോട്ട്. എന്നിട്ട് ദൂരെ നിന്നിട്ട് യേശു എന്ന് പറയാൻ അറിയത്തില്ല, അതുകൊണ്ട് യേശു എന്നാണ് പറഞ്ഞത്. സ്വതന്ത്രം. ഈ 10 പേര് ദൂരെ നിന്ന് യേശു ഞങ്ങളെ കൂടെ സൗഖ്യമാക്കാൻ പറഞ്ഞു. കർത്താവ് പറഞ്ഞു, പൊക്കോ, പോയി പുരോഹിതന്മാരെ കാണിക്കാൻ പറഞ്ഞു. അവർ പോകുന്ന പോക്കിൽ എന്ത് ചെയ്തു? ഒരല്ലേ പറഞ്ഞേ, ഇവനെ തൊട്ട് സൗഖ്യമാക്കി. മറ്റൊരു പൊക്കോളാൻ പറഞ്ഞതേ ഉള്ളൂ. സാക്ഷ്യം കേട്ടു വന്ന 10 പേര് പോകുന്ന പോക്കി സൗഖ്യമായി. ഇന്ന് പകൽ ഇവിടെ വെച്ച് ചിലത് വിടുവിക്കപ്പെടും, ചിലത് പോകുന്ന പോക്കിൽ സൗഖ്യമാകാൻ പോകുക. ഈ യോഗം കഴിഞ്ഞ് പോകുന്ന യാത്രയിൽ ദൈവത്തിന്റെ കരം നിന്നെ തൊട്ട് വിടുവിക്കുമെന്ന് ഉറപ്പുള്ളവർക്കായി ഞാൻ ഈ പകൽ ദൈവത്തെ സ്തുതിക്കുകയാ. പോകുന്ന പോക്കിൽ അവർ സൗഖ്യമായി. ഈ സൗഖ്യം പ്രാപിച്ച 10 പേരില് ഒരുത്തൻ തിരിച്ചു വന്നു. അവനൊരു ശമരിയാക്കാരനാണ്. അവൻ തിരിച്ചു വന്നപ്പോൾ കർത്താവ് ചോദിച്ചു, 10 പേരല്ലായിരുന്നോ? അതെ. ബാക്കി 9 പേരെന്തേ? അവരാ സൗഖ്യം മേടിച്ചോടെ നേരെ പോയെന്ന് പറഞ്ഞു. അപ്പോൾ ചിലർ വരുന്നത് രക്ഷിക്കപ്പെട്ട് നിത്യതപ്പാനൊന്നുമല്ല, താൽക്കാലിക സൗഖ്യത്തിനാണ്. സ്വതന്ത്രം. അവർ വന്നു, സൗഖ്യം കിട്ടി, അവരുടെ പോക്കിന് പോയി. പിന്നെ അവരെ മഷിയിട്ട് നോക്കിയാൽ കാണത്തില്ല. എന്നാൽ ഒരു ശമരിയാക്കാരന് മനസ്സിലായി, ഒരിക്കലും സാധ്യതയില്ലാത്തൊരു കാര്യം കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തു. ഇന്ന് പല എത്ര പേര് നന്ദിയോടെ ദൈവം ചെയ്ത വിടുതലോർത്ത്, ദൈവം ചെയ്ത ഉപകാരമോർത്ത് ഈ ദൈവത്തെ സ്തുതിക്കാൻ മനസ്സുള്ളവര് ചേർന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. യേശു പറഞ്ഞു, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ. അപ്പൊ അന്നത്തെ കാലത്ത് കുഷ്ഠരോഗ സൗഖ്യം വന്നാൽ ആ സൗഖ്യമായെന്നുള്ള ആള് പുരോഹിതന്റെ ഒക്കെ പോയി സർട്ടിഫിക്കറ്റ് മേടിക്കണം. രക്ഷിക്കപ്പെട്ടേന്, സ്നാനപ്പെട്ടേന്, വിവാഹം നടന്നതിനൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പോലെ സൗഖ്യമായതിനും പുരോഹിതൻ എന്ത് ചെയ്യണം? സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അപ്പോൾ പുരോഹിതൻ്റെ ഇടയ്ക്ക് ചെല്ലണം. പുരോഹിതൻ്റെ ഇടയ്ക്ക് ചെല്ലുമ്പോൾ ചുമ്മാ വെറുങ്കൈയുടെ പാനൊക്കെ നിയമമുണ്ട്. ഒന്ന് വായിച്ചേരെ. ലേവ്യ പുസ്തകം 14-ാം അധ്യായം 1 മുതലുള്ള വാക്യം വേഗം ഒന്ന് വായിച്ചു. ലേവ്യ പുസ്തകം 11 മുതൽ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണ ദിവസത്തിൽ അവനെ സംബന്ധിച്ചുള്ള പ്രമാണമാവിത്. അവനെ പുരോഹിതൻ തന്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ പാളയത്തിന് പുറത്തു ചെല്ലണം. കുഷ്ഠരോഗിയുടെ കുഷ്ഠം സുഖമായെന്ന് പുരോഹിതൻ കണ്ടാൽ ശുദ്ധീകരണം കഴിയുവാനുള്ളവന് വേണ്ടി ജീവനും ശുദ്ധിയുമുള്ള 2 പക്ഷി, ദേവദാരു, ചുവപ്പുനൂൽ, ഈസോപ്പ് എന്നിവയെ കൊണ്ടുവരുവാൻ കൽപ്പിക്കണം. പുരോഹിതൻ ഒരു പക്ഷിയെ ഒരു മൺപാത്രത്തിലെ ഉറവ വെള്ളത്തിന്മീതെ, പുരോഹിതൻ ഒരു പക്ഷിയെ ഒരു മൺപാത്രത്തിന്റെ ഉറവയുടെ മീതെ അറുപ്പാൻ കൽപ്പിക്കണം.
ജീവനുള്ള പക്ഷി, ദേവദാരു, ചുവപ്പുനൂൽ, ഈസോപ്പ് എന്നിവയെ അവനെടുത്ത് ഇവയെയും ജീവനുള്ള പക്ഷിയെയും ഉറവ വെള്ളത്തിന്മീതെ, ഈ അറുക്കപ്പെട്ട പക്ഷിയുടെ രക്തം വീണ ഉറവ വെള്ളത്തിൽ മുക്കണം. അറുത്ത പക്ഷിയുടെ രക്തത്തിൽ മുക്കി കുഷ്ഠശുദ്ധീകരണം കഴിക്കുവാനുള്ളവന്റെ മേൽ 7 പ്രാവശ്യം തളിക്കണം. അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കുകയും ജീവനുള്ള പക്ഷിയെ വെളിയിൽ വിടുകയും ചെയ്യണം. ഒന്ന് ശ്രദ്ധിച്ചോ, വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. കുഷ്ഠം സൗഖ്യമായാൽ ആ വ്യക്തി നേരെ പുരോഹിതനിലേക്ക് വരണം. പുരോഹിതൻ്റെ കയ്യിൽ ഒരു ചെറിയ ആയുധമുണ്ട്. നമ്മുടെ ഈ നിലത്തെഴുതെഴുതുന്ന പണ്ടത്തെ ആശാമ്മയുടെ കയ്യിൽ നാരായം പോലെയുള്ള ഒരു ചെറിയ ഉപകരണം ഈ പുരോഹിതൻ്റെ കയ്യിലുണ്ട്. പുരോഹിതൻ ഉച്ചി മുതൽ കാൽപാദം വരെ ദേഹത്ത് ഈ ആയുധം കൊണ്ട് തൊട്ടു നോക്കുമ്പോൾ ഇവൻ്റെ ദേഹത്ത് സ്പർശനം ഉണ്ടാകണം. ഈ കുഷ്ഠരോഗിക്ക് സ്പർശനസുഖം അറിയത്തില്ല. അതുകൊണ്ട് ഇവൻ്റെ ദേഹത്ത് എന്ത് ചെയ്യണം? ഈ പുരോഹിതൻ തൊടുമ്പോൾ അവിടെ വേദനയുണ്ട്, തൊട്ടതറിയാം എന്ന് പറയണം. അപ്പോൾ ഇവന് സൗഖ്യമായെന്ന് ബോധ്യപ്പെട്ടാൽ 2 പക്ഷികളെ കൊണ്ടുവരണം. എന്നിട്ട് ഒരു പക്ഷിയെ ഉറവ് വെള്ളത്തിനകത്തോട്ട് അറക്കുമ്പോൾ അതിൻ്റെ രക്തം വെള്ളത്തിലോട്ട് വീഴുന്ന രക്തം വീണ വെള്ളത്തിനകത്തോട്ട് ജീവനുള്ള പക്ഷിയെ മുക്കുമ്പോൾ നല്ല വെളുത്ത ആ പ്രാവ് ഈ ചോരയുള്ള വെള്ളത്തിൽ മുക്കുമ്പോൾ ഒരു ചുമപ്പ് കലർന്ന നിറമാകുകയും ദേഹത്ത് ഒരു രക്തത്തിൻ്റെ മണവും വരും. അങ്ങനെ രക്തത്തിൻ്റെ മണം വന്ന പക്ഷിയെ പറത്തിവിടണം. ഇത് പറന്നു ചെല്ലുമ്പോൾ മറ്റ് പറവകൾ ഇതിനെ അംഗീകരിക്കത്തില്ല. കാരണം രക്തത്തിൻ്റെ നാറ്റവും രക്തത്തിൻ്റെ നിറവും ഇതിന് ദേഹത്തുള്ളത് കൊണ്ട് മറ്റു പക്ഷികൾ ഇതിനെ അംഗീകരിക്കത്തില്ല. ഉടനെ കൊത്തി ഓടിക്കും. ഒരു സ്വത്രം പറഞ്ഞേരെ ഹല്ലേലൂയ. കുഷ്ഠരോഗത്തിൻ്റെ സൗഖ്യം പ്രാപിച്ചവൻ മൂലം ഒരു നിർമ്മലമായ പക്ഷി കൊല്ലപ്പെടുകയും പകരം ആ പക്ഷിയുടെ രക്തത്തിൽ ഇണപ്രാവ് മുക്കപ്പെടുകയും ആ രക്തത്തിൻ്റെ കറ പിടിച്ച പക്ഷി പറന്നു പോകുമ്പോൾ കൂട്ടമായ പക്ഷികളെല്ലാം കൂടെ ഇവനെ കൊത്താനായിട്ട് വരും. ഉടനെ ഈ പക്ഷി പ്രാണരക്ഷാർത്ഥം ഈ ചോര പിറണ്ട ചിറക് അടിച്ച് പറന്ന് ഏതെങ്കിലും ഒരു പർവ്വതത്തിലെ പാറയുടെ കുകയ്ക്കകത്തേക്ക് പോയി ഒളിച്ചിരിക്കുന്ന ഉടനെ എല്ലാ പക്ഷികളും വാതുക്കൽ പുറത്തിറങ്ങുന്നത് കണ്ടാൽ കൊത്തിക്കൊല്ലാൻ നോക്കിയിരിക്കുമ്പോൾ ഉയരത്തിൽ നിന്നൊരു ശബ്ദമുണ്ടാകും. പാറയുടെ പിളർപ്പിലും കടുംതൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, നിന്റെ ശബ്ദം ഞാനൊന്ന് കേൾക്കട്ടെ. ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. കാൽവറിയിൽ ചൊരിയപ്പെട്ട രക്തത്താൽ ഹല്ലേലൂയ. കൈ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കണമേ. കാൽവറിയിൽ പാപമെന്ന കുറ്റത്തിന്റെ പരിഹാരത്തിന് പരമയാഗമായി തീർന്ന ഇണപ്രാവായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ പാപശുദ്ധീകരണം വരുന്ന ഓരോരുത്തരും തന്നെത്താൻ കഴുകൽ പ്രാപിച്ചു കഴിയുമ്പോൾ അവന്റെ സമൂഹം അവനെ അംഗീകരിക്കത്തില്ല. ആ സമൂഹം അവനെ ആട്ടിപ്പുറത്താക്കുമ്പോൾ നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ഇന്ന് രാവിലെ ദൈവത്തെ പരമാർത്ഥതയോടെ ആരാധിക്കട്ടെ. അംഗീകരിക്കാൻ കഴിയുന്ന നമ്മൾ ഈ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കുടുംബക്കാരും ചാർച്ചക്കാരും സമുദായവും സമൂഹവും ഒക്കെ നമ്മളെ വെറുക്കുന്നതിൻ്റെ കാര്യം മനസ്സിലായോ? പാപശുദ്ധീകരണത്തിൻ്റെ രക്തം നമ്മുടെ മീതെ ഒഴുകുന്നത് കൊണ്ട് ഈ രക്തക്കറയുള്ള ആരെയും അംഗീകരിക്കത്തില്ല. ഹല്ലേലൂയ. പക്ഷെ നിന്റെ ശബ്ദം കേൾക്കാൻ കൊതിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഇന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? ഉപവാസത്തിന്റെ 11ാമത്തെ പകൽ പാറയുടെ പിളർപ്പിലും കടുംതൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, നിന്റെ ശബ്ദമൊന്ന് കേൾക്കുവാൻ. ഓ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കുറുകി നരങ്ങി കാത്തിരിക്കുന്ന കുറുംപ്രാവിനെ കാണുവാൻ കൊതിക്കുന്ന ഒരു സ്വർഗം ഇന്ന് പകൽക്കാലമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ലോകം നിന്നെ വെറുക്കട്ടെ, ലോകം നിന്നെ വിടക്കെന്നെണ്ണട്ടെ, ലോകം നിന്നെ പുച്ഛിച്ച് തള്ളട്ടെ, പക്ഷെ നിനക്ക് ലഭിച്ച ഭാഗ്യം മറക്കല്ലേ. നിന്റെ പാപമെന്ന കുഷ്ഠം അല്ലെങ്കിൽ നിന്നെ വിട്ടുമാറിയിരിക്കുകയാ. ഇന്ന് പകൽക്കാലം അകത്ത് എത്ര സന്തോഷമുണ്ട്. ആർക്ക് ക്ഷമിക്കാൻ കഴിയാത്ത പാളയത്തിന് പുറത്ത് തള്ളപ്പെട്ടു പോയ കുഷ്ഠരോഗി എന്ന് ലോകം വിധി പറഞ്ഞ, അശുദ്ധനെന്ന് ലോകം വിധി പറഞ്ഞ നിന്നെ ആ രക്തത്താൽ കഴുകി വിശുദ്ധിയുള്ളവനാക്കി തീർത്ത ഈ ദൈവത്തെ ഇന്ന് രാവിലെ പരമാർത്ഥതയോടെ ഒന്ന് ആരാധിക്കുവാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഉസിയാവിൻ്റെ കൂട്ട് അകത്തൊരു അഹങ്കാരത്തിൻ്റെ ചിന്ത വല്ലതും ഉണ്ടോ? മിരിയാമിൻ്റെ കൂട്ട് അകത്തളത്തിരുന്നുകൊണ്ട് ശുശ്രൂഷയ്ക്കെതിരെ പോരാടുന്ന ഒരു വ്യാപാരമുണ്ടോ? ഗേഹസിയെ പോലെ ദ്രവ്യാഗ്രഹത്തിൻ്റെ ഒരു ചിന്തയുണ്ടോ? പ്രൈസ് ദി ലോർഡ്.
എത്ര പേർക്ക് ഇന്ന് രാവിലെ കാലം ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കഴിയും? ഉള്ളതുപോലെ അറിയുന്ന ദൈവം എവിടെയുണ്ട്? നമ്മുടെ യാത്ര പാതി വഴിയിൽ മുടങ്ങണ്ടല്ലോ. അതല്ലേ പൗലോസ് പറഞ്ഞേ, വല്ല വിധേനയും എനിക്ക് മരിച്ചവരുടെ ഇടയിൽ നിന്നൊരു പുനരുത്ഥാനം വേണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രാപിച്ചു എന്നോ പ്രാപിച്ചു കഴിഞ്ഞെന്നോ അല്ല, എനിക്കങ്ങനെ ഒരു ധാരണയില്ല. എനിക്കും കൂടെ പ്രാപിക്കാമോ എന്ന് കരുതി. ഓ, ആ ഭക്തന്റെ വാക്കുകൾ എന്ത് ഭയങ്കരമാണ്. എനിക്ക് പ്രാപിച്ചെന്നല്ല, എനിക്കൂടെ പ്രാപിക്കാമോ എന്ന് കരുതി. ഞാൻ ഈ പിൻപിലുള്ളതെല്ലാം മറന്നിട്ട് മുമ്പിലുള്ള ലാക്കിലേക്ക് ഓടുകയാ. ഇന്ന് രാവിലെ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. എനിക്കൂടെ പ്രാപിക്കണം, എനിക്കൂടെ പ്രാപിക്കണം. ഞങ്ങളുടെ പിതാക്കന്മാർ പിൻപറ്റിയ ഈ നല്ല രക്ഷയെ എനിക്കൂടെ പ്രാപിക്കണമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, വേദനയുടെ ആഴം നിനക്കറിയാം. ഇന്ന് പകൽ പാപത്തിൻ്റെ വേദനയാണോ, രോഗത്തിൻ്റെ വേദനയാണോ, ശാപത്തിൻ്റെ വേദനയാണോ, മനസ്സിനേറ്റ വേദനയാണോ, നിന്നെ അലട്ടുന്ന വേദന എന്തായാലും, കുഷ്ഠരോഗിയുടെ ഒരു കുഴപ്പം ഞാൻ പറയാമേ. ഈ വിരൽ നോക്കി നിൽക്കുമ്പോൾ ഇങ്ങനെ മുറിഞ്ഞ് താഴെ വീണാലും മുറിഞ്ഞു പോകുന്ന പുള്ളി അറിയത്തില്ല. കാരണം ആ മുറിയുന്ന വേദനയൊന്നും പുള്ളിക്ക് ഇല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പക്ഷെ സൗഖ്യമായതിൻ്റെ ലക്ഷണം തൊടുന്നിടത്തെല്ലാം എന്തുണ്ട്? ഇന്ന് പകൽ ദൂത് കേൾക്കുമ്പോൾ നിൻ്റെ അകത്തൊരു വേദനയുണ്ടോ? വേദന ഉണ്ടെങ്കിൽ അർത്ഥം കുഷ്ഠം മാറിയെന്നാണ്. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവശബ്ദം കേൾക്കുമ്പോൾ, ദൈവാലോചന കേൾക്കുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ അകത്തളത്തിൽ ശുദ്ധ മനസാക്ഷിയിൽ ഒരു വേദനയുണ്ടോ? ഓ, സൂമിനകത്തൂടെ, ലൈവിനകത്തൂടെ ഈ വചനം കേൾക്കുന്ന സ്നേഹിത, നിന്റെ കൂടാരത്തിനകത്തിരിക്കുമ്പോൾ ദൈവഹിതത്തിന് വിരുദ്ധമായി നീ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ 11ാമത്തെ പകൽ നിന്റെ മടങ്ങി വരവിന്റെ പകല്. എല്ലാവരും അല്പനിമിഷം ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ നമുക്കൊരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചേ, ഒരു നിമിഷം ഒന്ന് കഴുകലിനായി സമർപ്പിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഇണയാകും കൂറു പ്രാവു പോൽ ഞരങ്ങുന്നു പ്രിയനെ ചേരുവാൻ. ഇണയാകും കൂറു പ്രാവു പോൽ ഞരങ്ങുന്നു പ്രിയനെ നാദ വരുവാൻ താമസമെങ്കിൽ നാദാ വീഴാതെ നിർത്തേണമേ, എന്നെ വീഴാതെ നിർത്തേണമേ. നാഥ വരുവാൻ താമസമെങ്കിൽ, നാഥാ വരുവാൻ താമസമെങ്കിൽ വീഴാതെ നിർത്തേണമേ, എന്നെ വീഴാതെ നിർത്തേണമേ. എനിക്കൊരു കൃപ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ, എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ. ആശ്രയിപ്പാനൊരു ദേഹിയുമില്ല, ആശ്രയിപ്പാനൊരു ഇടവുമതില്ല, ആശ്രയിപ്പാനൊരു ദേഹിയുമില്ല, ആശ്വസിപ്പാനൊരു ഇടവുമതില്ല. ഒന്നേ മാത്രം നിൻ ജീവമൊഴികൾ, ഒന്നേ മാത്രം ജീവമൊഴികൾ, മണ്ണിലൻ ആശ്വാസമാ, എന്നും മണ്ണിലൻ ആശ്വാസമാ, മണ്ണിലൻ ആശ്വാസമാ.
എൻ പ്രിയനെ എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ, എൻ പ്രിയനെ എനിക്കൊരു തുണ നീയേ. ദുരിതം നിറയും മരുവിലെ വാസത്തിൽ, ദുരിതം നിറയും മരുവിലെ വാസത്തിൽ എനിക്കൊരു തുണ നീയേ, എൻ പ്രിയനെ എനിക്കൊരു തുണ നീയേ. ഒരു നിമിഷം കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. ഇന്ന് പകൽ പ്രാർത്ഥനാ മണ്ഡലം വിട്ട് മലകളിൽ വിട്ട് അവനിറങ്ങി വന്നപ്പോൾ താഴ്വരയിൽ ഒരു കുറ്റലൂടി. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും. കർത്താവിന് അവനോട് കൃപ തോന്നി, കരുണ തോന്നി. കർത്താവ് തൊട്ടു, ക്ഷണത്തിൽ അവൻ സൗഖ്യമായി. ഇന്ന് പകൽ ക്ഷണത്തിലുള്ള ചില വിടുതലുകൾ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്ഷണത്തിലുള്ള ചില വിടുതലുകൾ വിശ്വസിച്ചവരിൽ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. എത്ര പേര് അത് ഏറ്റെടുക്കാൻ തയ്യാറുണ്ട്? ക്ഷണത്തിലുള്ള ചില സൗഖ്യങ്ങൾ, ക്ഷണത്തിലുള്ള ചില സൗഖ്യങ്ങൾ. ഇന്ന് രാവിലെ നീ ഭാരപ്പെട്ട ചില രോഗത്തിന്റെ മേൽ ക്ഷണത്തിലുള്ള ചില സൗഖ്യങ്ങൾ. ഈ മെസ്സേജ് ലൈവായി കേൾക്കുന്നവരിൽ, ഇവിടെ ഇരിക്കുന്നവരിൽ, നാളുകളിൽ ഈ മെസ്സേജ് ഇട്ട് കേൾക്കാൻ പോകുന്നവരിൽ ക്ഷണത്തിൽ ചില വിടുതൽ സംഭവിക്കാൻ പോകുകയാണ്. ഓ, വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. ഏത് വിട്ടുമാറാത്ത മാരക വിഷയമായാലും ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആ വിഷയത്തിന്മേൽ അത്ഭുതകരമായ സൗഖ്യം അയക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വഴികൾ തുറക്കുകയാണ്, ശൂന്യതകൾ മാറുകയാണ്, ദൈവിക വിടുതലുകൾ വെളിപ്പെടുകയാണ്. വചനം അയച്ചവന്റെ കാര്യം സാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽ ചില കാര്യങ്ങൾ വചനം സാധിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാട്ട് ഹല്ലേലൂയ. അസാധാരണമായ അത്ഭുതകരമായ ചില അപൂർവ കാര്യങ്ങൾ ഈ വചനത്തിന്റെ മുമ്പിൽ ദൈവം നിനക്ക് വേണ്ടി ചെയ്യുകയാണ്. അങ്ങനെ തന്നെ പരിശുദ്ധാത്മാ പറയുന്നു, ചില അപൂർവ കാര്യങ്ങൾ ദൈവം നിനക്ക് വേണ്ടി ചെയ്യുകയാ. ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകളടയട്ടെ. കർത്താവേ, എല്ലാത്തിൻ്റെയും പുറകിൽ ഒരു കാരണമുണ്ടല്ലോ. രോഗമായാലും മറ്റെന്ത് തന്നെയായാലും അതിന്റെ പുറകിൽ ഒരു കാരണമുണ്ടല്ലോ. ഇന്ന് പകൽ ആ കാരണങ്ങളുടെ മേൽ ഒരു ജയം കർത്താവ് നൽകി നിന്റെ ജനത്തിന്റെ മുഖത്തെ ആദരിച്ച് ഒരു അപൂർവ കാര്യം ജനത്തിനായി ചെയ്യണമേ. ഉണങ്ങിപ്പോയെന്ന് പറഞ്ഞ ചില കമ്പുകൾ തളിർത്ത് പൂത്ത് കായ്ച്ച് ബദാംഫലമുണ്ടാകുന്നത് പോലെ ഇന്ന് പകൽ ആഴമായ ചില അത്ഭുതമേറിയ പ്രവൃത്തികൾ ഈ വചനം കേൾക്കുന്നവരുടെ മേൽ, കേട്ടവരുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ. എതിരായി നിൽക്കുന്ന സകല പോരുകളെ അഴിക്കുന്നു. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. അപ്പാ, ഞങ്ങളുടെ വിശ്വാസ യാത്ര പാതി വഴിയിൽ മുടങ്ങാതെ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനായതുകൊണ്ട് പൂർത്തീകരിപ്പാൻ കൃപ ചെയ്യണമേ. അങ്ങയുടെ ജനത്തെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കുന്നു. ഒരനുഗ്രഹമാക്കി തീർക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ഒരിക്കലൂടെ കർത്താവിനെ സ്തുതിക്കുന്നു.